മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നിഗൂഢതയുടെ ചന്ദ്രകാന്ത കല്ല് എന്ന നോവലിൻ്റെ 2ാം ഭാഗം. നിങ്ങളിങ്ങനെ നിശബ്ദത പാലിക്കുന്നതിൽ എന്തോ സ്വകാര്യ കാരണമുണ്ട്. എന്നാൽ എനിക്കതറിയണം. അവൾ അദ്ദേഹത്തെ ജനലിനരികിലേക്ക് ബലാത്കാരമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവളുടെ പരുഷമായ പെരുമാറ്റത്തെ അധിക്ഷേപിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഫ്രാങ്ക്ലിൻ തന്ന ചെക്കിനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. മകളെ നിയന്ത്രിച്ചു നിർത്താൻ അവളുടെ അമ്മ, അതായത് എൻ്റെ അമ്മായി, ഒന്നും പറഞ്ഞില്ല എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തി. മനസ്സൽപ്പം ശാന്തമായപ്പോൾ റേച്ചൽ ഗോഡ്ഫ്രയോട് ചോദിച്ചു, പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയോ? ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് വന്ന അതേ ഇന്ത്യക്കാരാണോ അവർ? സാധ്യതയുണ്ട്. ലൂക്കറെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാമോ? എനിക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടല്ലോ. അന്ന് അയാൾ ഏത് രത്നമാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്? രസീത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ലൂക്കറിന് നേരിൽ കൊടുക്കാനുള്ള മുദ്ര വച്ചൊരു പൊതിയായിരുന്നു അത്. ഇത്ര മാത്രമേ എനിക്കതിനെക്കുറിച്ച് അറിയൂ. നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഒട്ടുമിക്കതും ദിനപത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. അതെ, അത് വളരെ ദൗർഭാഗ്യകരം തന്നെ. എനിക്കതിനെക്കുറിച്ച് ദുഃഖം തോന്നുന്നു. ചിലത് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ, ലൂക്കറുടെ രത്നം. റേച്ചലിന് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മുഖം വിളറി വെളുത്തു. അവൾ മോഹാലസ്യപ്പെട്ട് വീഴുമെന്ന നിലയിലായി. ഇനിയൊന്നും പറയേണ്ടെന്ന് അമ്മായി അവളെ ഉപദേശിച്ചു. എന്നാൽ റേച്ചൽ അതൊന്നും ശ്രദ്ധിക്കാതെ പണിപ്പെട്ടുകൊണ്ട് തുടർന്നു പറഞ്ഞു, ഗോഡ്ഫ്രേ, സത്യസന്ധമായി പറയൂ, ലൂക്കറുടെ കയ്യിലുള്ള ആ രത്നം ചന്ദ്രകാന്തമാണെന്ന് പറയപ്പെടുന്നത് ശരിയാണോ? റേച്ചൽ ചന്ദ്രകാന്തത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ഞാനൊരു വിചിത്ര സംഗതി ശ്രദ്ധിച്ചു. നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് ഗോഡ്ഫ്രയുടെ നിറം മാറി. മുഖം ചുവന്നു. മുഖത്തെ സവിശേഷ പുഞ്ചിരി എങ്ങോട്ടോ പോയി മറഞ്ഞു. ദേഷ്യം കലർന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, അതെ, ജനങ്ങൾ അപ്രകാരമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലൂക്കർ അത് നിഷേധിക്കുകയാണ്. ചന്ദ്രകാന്തത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലെന്ന് അയാൾ പറയുന്നു. ജനങ്ങൾ അയാളെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു പരത്തുന്നുണ്ട്. ഗോഡ്ഫ്രേ ഇത് പറയുമ്പോഴെല്ലാം റേച്ചൽ അദ്ദേഹത്തെ വിചിത്രമായ രീതിയിൽ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവൾ ചോദിച്ചു, ലൂക്കറെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ എന്തിനാണ് നിങ്ങൾ അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് ഗോഡ്ഫ്രേ? ഇത്തരമൊരു ദയനീയാവസ്ഥയിൽ ഞാൻ ആർക്കു വേണ്ടിയും വാദിച്ചെന്നിരിക്കും, ഉദാരമനസ്കനായ ഗോഡ്ഫ്രേ പറഞ്ഞു. പക്ഷേ ഇതുകൊണ്ടൊന്നും റേച്ചൽ തൃപ്തിപ്പെട്ടില്ല. അവൾ തുറന്നടിച്ചു പറഞ്ഞു, നിങ്ങളുടെ ശ്രേഷ്ഠ വികാരങ്ങൾ സ്ത്രീകളടങ്ങുന്ന നിങ്ങളുടെ കമ്മിറ്റിയിൽ ഉപകാരപ്പെട്ടെന്നിരിക്കും. ദയവായി എന്നെ അതിൽ നിന്ന് ഒഴിവാക്കൂ. ലൂക്കറെ ചുറ്റിപ്പറ്റിയുള്ള കിംവദന്തികൾ നിങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മായി ഇതിനെ എതിർത്തുകൊണ്ട് അപ്രകാരം സംസാരിക്കരുതെന്ന് റേച്ചലിനോട് പറഞ്ഞു. ഞാൻ നിങ്ങളെയെല്ലാം സഹായിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം പറയുന്നത്. മമ്മി, ദയവായി എന്നെ പറയാൻ അനുവദിക്കൂ. അവൾ ഗോഡ്ഫ്രയെ സഹതാപത്തോടെ വീക്ഷിച്ചുകൊണ്ട് തുടർന്നു. നിങ്ങൾ ദൗർഭാഗ്യവശാലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ലൂക്കറെക്കുറിച്ച് ജനങ്ങൾ എന്ത് പറയുന്നുവെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങളെക്കുറിച്ചുള്ള കിംവദന്തി എന്താണെന്ന് പറയൂ. തൻ്റെ മുഖത്തെ അസന്തുഷ്ട ഭാവം മാച്ചു കളയാനും റേച്ചലിൽ നിന്ന് രക്ഷപ്പെടാനും ഗോഡ്ഫ്രേ ആവുന്നതും ശ്രമിച്ചു. എന്നോടത് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കത് അറിഞ്ഞേ തീരൂ. റേച്ചൽ അലർച്ചയുടെ വക്കത്തെത്തി. അമ്മായി റേച്ചലിന് വേണ്ടി കേണപേക്ഷിച്ചു. ഗോഡ്ഫ്രേ, ദയവായി അവളോട് പറയൂ. നിന്റെ നിശബ്ദത അവൾക്ക് കൂടുതൽ ദ്രോഹം ചെയ്യും. കണ്ണീരോടെ മാപ്പിരക്കുന്ന പോലെ ഗോഡ്ഫ്രേ പറഞ്ഞു. റേച്ചൽ, നിനക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ചന്ദ്രകാന്തം ലൂക്കർക്ക് ഞാൻ പണയം വെച്ചെന്നാണ് എല്ലാവരും പറയുന്നത്. പ്രേതബാധയേറ്റതുപോലെ റേച്ചൽ അലറി. ഹോ, എല്ലാം എൻ്റെ തെറ്റ് തന്നെ. ആരുടെ കൈകൾ കൊണ്ടാണ് ചന്ദ്രകാന്തം എടുത്തതെന്ന് എനിക്കറിയാം. അത് രഹസ്യമാക്കി വയ്ക്കുക എന്നാൽ ഒരു നിരപരാധിയുടെ മാനം നശിപ്പിക്കുക എന്നാണ് അർത്ഥം. കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു ഗോഡ്ഫ്രേ. നിങ്ങളെന്നെ ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ.
സത്യം അവിടെ വെച്ച് ഞാൻ തുറന്നു പറയാം. ഗോഡ്ഫ്രേ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ മാനത്തിന് കളങ്കമേറ്റിട്ടില്ലെന്നും ഒരു നിസ്സാര കാര്യത്തിന് അതിനെ നശിപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗോഡ്ഫ്രേ തുടർന്ന് പറഞ്ഞു, ഇക്കാര്യത്തിൽ നിന്റെ മാന്യതയ്ക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. അത് സംശുദ്ധമാണ്. ഇതിൽ നിനക്കുള്ള പങ്ക് പരസ്യപ്പെടുത്തരുത്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. റേച്ചൽ കൃത്രിമമായി ചിരിച്ചു. എൻ്റെ മാനം എന്നേ പോയി കഴിഞ്ഞു. ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല ഡിറ്റക്റ്റീവ് എന്താണ് പറഞ്ഞതെന്ന് താങ്കൾക്കറിയാമോ? എൻ്റെ രഹസ്യഘടകങ്ങൾ വീട്ടാൻ എൻ്റെ തന്നെ ചന്ദ്രകാന്തം ഞാൻ സ്വയം മോഷ്ടിച്ചുവെന്ന്. വെകളി പൂണ്ട് അവൾ മുറിയിൽ അങ്ങുമിങ്ങും ഓടി നടന്നു. അവസാനം അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, മമ്മി, എനിക്ക് സത്യം പറയാമായിരുന്നു. എനിക്കപ്പോൾ ഭ്രാന്തായിരുന്നു. എന്നിട്ടവൾ ഗോഡ്ഫ്രേയുടെ അടുത്തേക്ക് കുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു നിരപരാധിയെ കുറ്റപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ദയവായി എന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അല്ലെങ്കിൽ ഞാൻ സത്യം ദിനപത്രങ്ങളോട് വിളിച്ചു പറയും. അതുമല്ലെങ്കിൽ തെരുവിൽ വെച്ച് ഉറക്കെ വിളിച്ചു പോവും. റേച്ചൽ അപസ്മാര ബാധയേറ്റതുപോലെയായി. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവൾ ആവശ്യപ്പെട്ട പോലെ ഗോഡ്ഫ്രേ ചെയ്തു. ഒരു സത്യപ്രസ്താവന എഴുതി അവൾ അതിൽ ഒപ്പിട്ടു. നിങ്ങളൊരു നല്ല മനുഷ്യനാണ് ഗോഡ്ഫ്രേ. നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ ഞാൻ ചിന്തിച്ചു. ഞാനതിൽ ദുഃഖിക്കുന്നു. ഇതേ സമയം വാതിലിൽ ഉച്ചത്തിലുള്ള ഒരു മുട്ട് കേട്ടു. ഒരു പുഷ്പ പ്രദർശനത്തിന് പോകാമെന്ന് വാക്കുകൊടുത്തതായി റേച്ചൽ ഓർമ്മിച്ചു. അവളെ കൊണ്ടുപോകാൻ കൂട്ടുകാരികൾ എത്തിയിരിക്കുകയാണ്. അവൾ അമ്മയ്ക്ക് ചുംബനം നൽകി പുറത്തേക്ക് പോയി. റേച്ചൽ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ചുള്ള സത്യപ്രസ്താവന ഗോഡ്ഫ്രേ ചീന്തിക്കളഞ്ഞു. താനൊരു ഉദാര മനസ്കനാണെന്ന പോലെ. എന്നിട്ട് അദ്ദേഹവും സ്ഥലം വിട്ടു. ജൂലി അമ്മായി തൻ്റെ ദുഃഖകഥകൾ എന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് രഹസ്യമായി എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. തനിക്ക് ഗുരുതരമായൊരു ഹൃദ്രോഗമുണ്ടെന്നും അത് വൈകാതെ മാരകമായി തീരുമെന്നും അവരെന്നോട് പറഞ്ഞു. ഇക്കാര്യത്തെക്കുറിച്ച് അവർ റേച്ചലിനോട് പറഞ്ഞിട്ടില്ല. ഈ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. മകളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അവരെ കൂടുതൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് സങ്കടം തോന്നി. ഞാൻ അവരെ വാരിപ്പുണർന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവർ സാവധാനം എൻ്റെ കൈകൾ സ്വതന്ത്രമാക്കിക്കൊണ്ട് പറഞ്ഞു, ക്ലാക്ക്, ഇന്ന് നിനക്ക് എന്നോടൊപ്പം താമസിച്ചുകൂടെ? എൻ്റെ വക്കീൽ മിസ്റ്റർ ബ്രഫ് വരുമ്പോൾ എൻ്റെ മരണപത്രം ഒപ്പിട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സാക്ഷികളിൽ ഒരാളാകാം. ഞാൻ അപ്പോൾ തന്നെ അതിന് സമ്മതിച്ചു. കൃത്യം 5 മണിക്ക് വക്കീൽ ബ്രഫ് വന്നു. അദ്ദേഹം പരിചയസമ്പന്നനായ ഒരു വക്കീലാണ്. ഞങ്ങൾ ലൈബ്രറിയിലേക്ക് പോയി. എന്നെ കണ്ട ഉടൻ അദ്ദേഹം ചോദിച്ചു, മിസ് ക്ലാക്ക്, നിങ്ങളുടെ ധർമ്മസ്ഥാപന വൃത്തങ്ങളിൽ ഗോഡ്ഫ്രേയെക്കുറിച്ച് അവരെന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ കേട്ട കഥകൾ ഒരു മാനിന് ചേർന്നതല്ല. ബ്രഫിൻ്റെ സ്വരത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ഗോഡ്ഫ്രേയെക്കുറിച്ചുള്ള ആ കപട പരാമർശം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വികാരാവേശത്തോടെ പറഞ്ഞു, നിങ്ങൾ കേട്ടതിൽ സത്യത്തിൻ്റെ ഒരു കണിക പോലുമില്ല. അദ്ദേഹം നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മിസ് ക്ലാക്ക്, നിങ്ങൾ സ്വന്തം സുഹൃത്തിനെ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ ലോകത്തുള്ള സ്ത്രീകളെല്ലാം ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരല്ല. താൻ നിരപരാധിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരിക്കും. സാഹചര്യങ്ങൾ അദ്ദേഹത്തിനെതിരാണ്. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നതാണല്ലോ. ഈ സംഭവത്തിനു ശേഷം ഇൻഡോറിലേക്ക് പോയ വീട്ടിലെ ആദ്യത്തെ വ്യക്തിയും അദ്ദേഹം തന്നെ. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അദ്ദേഹത്തിൻ്റെ ശബ്ദം ആത്മവീര്യം പ്രകടിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിഗമനം ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ എനിക്ക് തിടുക്കമായിരുന്നു. ഞാൻ ആവേശത്തോടെ പറഞ്ഞു, മിസ്റ്റർ ബ്രഫ്, എനിക്ക് നിങ്ങളെ തിരുത്തേണ്ടിയിരിക്കുന്നു. കുറച്ചു മുമ്പ് മിസ് റേച്ചൽ ഗോഡ്ഫ്രേ നിരപരാധിയാണെന്നതിനെക്കുറിച്ച് തികച്ചും അഖണ്ഡിതമായ ഭാഷയിൽ സംസാരിച്ചതാണ്. തീർച്ചയായും അവളുടെ വാക്കുകൾ വിശ്വസിക്കാവുന്നതാണ്. എൻ്റെ സംസാരത്തിന് ഉദ്ദേശിച്ച ഗുണമുണ്ടായി. അദ്ദേഹത്തിന് കാര്യം ബോധ്യമായെന്ന് കണ്ടതിൽ ഞാൻ സന്തോഷിച്ചു. ഇതിനകം മരണപത്രം ഒപ്പുവയ്ക്കാൻ അമ്മായി തയ്യാറായി കഴിഞ്ഞിരുന്നു. പരിപാടി കഴിഞ്ഞ ഉടനെ ബ്രഫ് സ്ഥലം വിട്ടു. അടുത്ത ദിവസം വരാമെന്ന് വാക്കുകൊടുത്ത് ഞാനും അമ്മായിയോട് യാത്ര പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ ഞാൻ അമ്മായിയെ സന്ദർശിച്ചു. അവർ വിശ്രമിക്കുകയായിരുന്നു.
അവർ എഴുന്നേൽക്കുന്നതുവരെ കാത്തു നിൽക്കാനായി ഞാൻ ലൈബ്രറിയിലേക്ക് പോയി. റേച്ചലിനെ അവിടെയൊന്നും കണ്ടില്ല. ഞാൻ മെല്ലെ എഴുന്നേറ്റ് സ്വീകരണ മുറിയിലേക്ക് കടന്നു. കാവൽക്കാരൻ ആരോടോ മുകളിലേക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു. കാൽപെരുമാറ്റം സ്വീകരണ മുറിയോട് അടുത്തടുത്ത് വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെയായി. ഞാൻ വേഗം ചെറിയൊരു മുറിയിലേക്ക് പിൻവലിഞ്ഞ് എന്നെ കാണാതിരിക്കാനായി കർട്ടൻ വലിച്ചിട്ടു. സന്ദർശകൻ സ്വയം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാനത് ഇന്ന് തന്നെ ചെയ്യും. ആ ശബ്ദം ഗോഡ്ഫ്രേയുടേതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ സമയം റേച്ചൽ അവിടേക്ക് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ലൈബ്രറിയിൽ കാത്തിരുന്നുകൂടാ? അവിടെ മിസ് ക്ലാക്കുണ്ട്. മൃദുവായി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മുകളിലിരുന്ന് സംസാരിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദമെന്ന ഗോഡ്ഫ്രേയുടെ അഭിപ്രായത്തോട് റേച്ചൽ യോജിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്കെൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാനും പാകത്തിൽ ഞാൻ ഒളിഞ്ഞിരുന്നു. ഞങ്ങളെല്ലാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരുന്ന ഗോഡ്ഫ്രേ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. അദ്ദേഹത്തിന് റേച്ചലിൻ്റെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്ന്. ധർമ്മസ്ഥാപന സംബന്ധമായ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന് അങ്ങേയറ്റം അരോചകമാണത്രേ. ഇത് കേട്ടപ്പോൾ റേച്ചൽ തൻ്റെ ഹൃദയം തുറന്നു. എൻ്റെ വീക്ഷണത്തിൽ ഞാനിനി നന്നാകാൻ കഴിയാത്തവണ്ണം അധപതിച്ചിരിക്കുന്നു. എന്നെ കണ്ടാൽ നിങ്ങൾക്കങ്ങനെ തോന്നില്ലെങ്കിലും പ്രിയപ്പെട്ട റേച്ചൽ, നിനക്ക് അങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. കാരണം നിന്നിൽ എനിക്ക് താല്പര്യമുണ്ട്. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ടത് മുതലുള്ള നിന്റെ നിശബ്ദത നിന്നെ കൂടുതൽ അഭിനന്ദിക്കാൻ എന്നെ നിർബന്ധിതനാക്കി തീർത്തിരിക്കുന്നു. പക്ഷേ ചന്ദ്രകാന്തവുമായി എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ബന്ധമില്ല. ചന്ദ്രകാന്തത്തിൻ്റെ നിഗൂഢത തെളിയുമ്പോൾ സ്വയം നാണം കെടുത്തക്കവണ്ണം ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാകും. നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗോഡ്ഫ്രേ. ഞാൻ വിശദീകരിക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ എനിക്ക് ഭയവും ആകാംക്ഷയും ഒരുപോലെ തോന്നുന്നു. എനിക്കത് നിങ്ങളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്താൻ കഴിയുക? നിങ്ങൾ അഗാധമായി പ്രേമിക്കുന്നൊരുവൾ പിന്നീട് കൊള്ളരുതാത്തവളാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരമൊരു വികാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താനാവില്ല. ഹോ, എനിക്കത് വിശദീകരിക്കുക അസാധ്യമാണ്. എനിക്ക് ആ വ്യക്തിയുടെ പേര് പോലും പറയാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്കെന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ഗോഡ്ഫ്രേ അവളുടെ അരികിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു. ഇല്ല പൊന്നെ, ഇല്ല. നിന്റെ സത്യസന്ധതയോർത്താണ് ഞാൻ നിന്നേറെ സ്നേഹിക്കുന്നത്. നീ ഒരു അപൂർവ നിധിയാണ്. നീ എന്നെ വിവാഹം കഴിക്കുമോ? റേച്ചൽ വൈമനസ്യത്തോടെ നിലകൊണ്ടു. എന്നാൽ ഗോഡ്ഫ്രേയുടെ സംസാര രീതി അത്രയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരുന്നു. അവൾ താമസിയാതെ വിവാഹത്തിന് സമ്മതം മൂളി. എന്നാൽ ഈ സന്ദർഭത്തിൽ വിവാഹത്തെക്കുറിച്ച് അമ്മയോട് പറയാതിരിക്കുന്നതാകും നല്ലതെന്ന് അവൾ പറഞ്ഞു. രണ്ടുപേരും മുറി വിടാനായി എഴുന്നേറ്റു. ഞാൻ ഒളിച്ചിരിക്കുന്ന ചെറിയ മുറിയുടെ കർട്ടൻ തുറന്നിടാനായി റേച്ചൽ മുറിയുടെ അടുത്തേക്ക് നീങ്ങി. കള്ളി വെളിച്ചത്താകുമോ എന്ന് ഭയന്ന് ഞാൻ വിറങ്ങലിച്ചു പോയി. ഈ സമയത്ത് ഒരു ശബ്ദത്തിൻ്റെ രൂപത്തിൽ ദൈവം എന്നെ രക്ഷപ്പെടുത്തി. ആ ശബ്ദം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. വേഗം വരൂ മിസ് റേച്ചൽ, വേഗം വരൂ. നിങ്ങളുടെ അമ്മ മോഹാലസ്യപ്പെട്ട് വീണിരിക്കുന്നു. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കുതിച്ചു. അമ്മായി അവരുടെ മുറിയിൽ കിടക്കുകയായിരുന്നു. റേച്ചൽ അമ്മയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മായിയുടെ മുഖത്ത് നോക്കിയ ഉടനെ എനിക്ക് കാര്യം മനസ്സിലായി. അവർ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നതുപോലെ അവർ ഞങ്ങളെയെല്ലാം എന്നേക്കുമായി വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അമ്മായിയുടെ നാട്ടിലെ തറവാടിനടുത്തുള്ള പള്ളി സെമിത്തേരിയിലാണ് അവരുടെ ശവം മറവ് ചെയ്തത്. റേച്ചലിനെ അവളുടെ ഇളയച്ചൻ ഏബിൾ വൈറ്റിൻ്റെ, അതായത് ഗോഡ്ഫ്രേയുടെ അച്ഛൻ്റെ സംരക്ഷണ ചുമതലയിൽ വിട്ടു. അവൾ പ്രായപൂർത്തിയാകുന്നതുവരെയോ വിവാഹിതയാകുന്നതുവരെയോ ആയിരുന്നു സംരക്ഷണം. റേച്ചലുമായുള്ള രഹസ്യ വിവാഹ നിശ്ചയം ഗോഡ്ഫ്രേ തൻ്റെ പിതാവിനോട് പറഞ്ഞു. റേച്ചലിനെ പോലുള്ള ധനിക യുവതിയുമായി തൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ച വാർത്ത അദ്ദേഹത്തെ അതീവ സന്തുഷ്ടനാക്കി. പക്ഷേ റേച്ചൽ താമസിച്ചിരുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുഃഖകരമായ ചിന്തകൾ മൂലം ലണ്ടനിലെ വീട്ടിൽ താമസിക്കുക അസാധ്യമായിരുന്നു. നാട്ടിലെ വീട്ടിലാണെങ്കിൽ ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള സ്മരണകൾ അവളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ബ്രൈറ്റണിൽ ഒരു വീട് വാടകയ്ക്കെടുക്കാൻ അവൾ തീരുമാനിച്ചു.
ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ റേച്ചലിനെ കണ്ടത്. അവളുടെ ഇളയമ്മ ശ്രീമതി ഏബിൾ വൈറ്റിന് വേലക്കാരെ ഏർപ്പെടുത്താനോ റേച്ചലിന് സ്വയം ചെയ്യാൻ കഴിയാത്ത ജോലികൾ നിർവഹിക്കാനോ സാധിച്ചിരുന്നില്ല. റേച്ചലിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൾ വിളറി മെലിഞ്ഞിരിക്കുന്നു. ആഴത്തിലുള്ള ദുഃഖം അവളുടെ മുഖത്ത് തളം കെട്ടി നിന്നിരുന്നു. അവൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരൂ ക്ലാർക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നിന്നോട് വളരെ പരുഷമായാണ് പെരുമാറിയത്. ഏതായാലും നീ ഇത്രത്തോളം വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വികാരാധീനിയായി. പിന്നീട് അവളുടെ വിവാഹ നിശ്ചയത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചെങ്കിലും അവൾ നിശബ്ദത പാലിച്ചതേയുള്ളൂ. ബ്രൈറ്റനിലെ വീട് ശനിയാഴ്ചത്തേക്ക് താമസയോഗ്യമായി കഴിഞ്ഞിരുന്നു. ഗോഡ്ഫ്രേക്ക് അവളുടെ കൂടെ വരാൻ കഴിയാതിരുന്നതിനാൽ വക്കീൽ ബ്രഫിൻ്റെ കൂടെയാണ് അവൾ വീട്ടിലെത്തിയത്. ബ്രഫ് ഭക്ഷണ സമയം വരെ വീട്ടിലുണ്ടായിരുന്നു. അത്രയും സമയം അലോസരപ്പെടുത്തുന്ന വിധം അദ്ദേഹം റേച്ചലിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം വക്കീൽ ബ്രഫ് ലഞ്ച് കഴിക്കാനെത്തി. തലവേദന മൂലം റേച്ചലിന് ആഹാരം കഴിക്കാനായില്ല. ഇത് ബ്രഫിന് താൻ കാത്തിരുന്ന അവസരം ഉണ്ടാക്കിക്കൊടുത്തു. പുറത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നാൽ ഉഷാറാകും എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്കത് തടുക്കാനുള്ള അവസരം ലഭിച്ചില്ല. ഞാൻ തനിച്ചാണ് പള്ളിയിൽ പോയത്. മടങ്ങി വന്നപ്പോൾ ബ്രഫ് തനിക്ക് പറയാനുള്ളതെല്ലാം റേച്ചലിനോട് പറഞ്ഞു കഴിഞ്ഞതായി ഞാൻ മനസ്സിലാക്കി. റേച്ചൽ മൂകയും ചിന്താധീനയുമായിരുന്നു. ബ്രഫ് അവളോട് സ്നേഹത്തോടെയാണ് പെരുമാറിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലണ്ടനിലേക്ക് തിരിച്ചു. റേച്ചൽ മുറിക്കകത്ത് തന്നെ സ്വയം അടച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ വരാൻ അവൾ കൂട്ടാക്കിയില്ല. എന്തെങ്കിലും കുറച്ച് കഴിക്കാൻ ഞാൻ അവളെ പ്രേരിപ്പിച്ചെങ്കിലും അവൾ വാതിൽ തുറക്കുക പോലും ചെയ്തില്ല. അടുത്ത ദിവസം രാവിലെ അവൾക്ക് ചായ കൊണ്ടുപോയി കൊടുക്കാനായി മുറി തുറന്നപ്പോൾ ഞാനും അകത്ത് കിടന്നു. അവൾ അസ്വസ്ഥയായി കിടക്കുകയായിരുന്നു. വക്കീൽ ബ്രഫ് എന്താണ് അവളോട് പറഞ്ഞതെന്നറിയാൻ ഞാൻ കഴിയുന്നത്ര ശ്രമിച്ചു. പറയാനായുമ്പോഴെല്ലാം അവളുടെ മുഖം വിവരണമായിക്കൊണ്ടിരുന്നു. അവസാനം നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം പണിപ്പെട്ടുകൊണ്ട് അവൾ പറഞ്ഞു, അതൊരു ദുഃഖകരമായ വാർത്തയാണ്. ഗോഡ്ഫ്രയെക്കുറിച്ച് തന്നെ. ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നില്ല. പിന്നീട് ഒന്നും പറയാതെ അവൾ കുളിക്കാൻ പോയി. പ്രാതലിന് വന്നിരുന്നുവെങ്കിലും അവളൊന്നും കഴിച്ചില്ല. നീണ്ട നിശബ്ദത മുറിച്ചതുമില്ല. എനിക്ക് കാര്യമായി മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ ഞാൻ ചില സുഹൃത്തുക്കളെ സന്ദർശിച്ചു. തിരിച്ചെത്തിയപ്പോൾ ഭക്ഷണമുറി ശൂന്യമായിരിക്കുമെന്ന് കരുതി ഞാൻ അകത്തേക്ക് ചെന്നു. എന്നാൽ എൻ്റെ അസാന്നിധ്യത്തിൽ വീട്ടിലെത്തിയ ഗോഡ്ഫ്രെ മുറിയിലുണ്ടായിരുന്നു. ഇത്തവണ എന്നെ അവഗണിക്കുന്നതിന് പകരം എന്നെ അഭിവാദ്യം ചെയ്യാനും എന്നോട് സംസാരിക്കാനും ഗോഡ്ഫ്രെ തിരക്ക് കാണിച്ചു. ആ പഴയ വശീകരണ രീതി അപ്പോൾ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം റേച്ചലിൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം എത്ര പരവശനായിരുന്നെന്ന് ഞാൻ ഓർത്തു. താങ്കൾ റേച്ചലിനെ കണ്ടുവോ? ഞാൻ ചോദിച്ചു. അതെ, ഞങ്ങളുടെ വിവാഹ നിശ്ചയം അവൾ വേർപ്പെടുത്തി. ഭാവഭേദം കൂടാതെ അദ്ദേഹം പറഞ്ഞു. സാഹചര്യങ്ങളോട് സാധാരണ മട്ടിൽ പൊരുത്തപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവത്തിൽ ഞാൻ അതിശയിച്ചു പോയി. അദ്ദേഹം തുടർന്നു. അവൾ മറ്റാരെയോ പ്രേമിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിനാൽ എന്നെ വിവാഹം കഴിക്കണമെന്ന അവളുടെ വാഗ്ദാനത്തിൽ അവൾ ഉറച്ചു നിൽക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് ശരിയല്ല. ഗോഡ്ഫ്രയുടെ നിലപാട് അദ്ദേഹത്തോടുള്ള എൻ്റെ ആരാധന വർദ്ധിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ശാന്തനായിരുന്നില്ല. വിവാഹ നിശ്ചയം മുറിഞ്ഞ വാർത്ത കേട്ടയുടനെ അദ്ദേഹം ബ്രൈറ്റണിലേക്ക് കുതിച്ചെത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. റേച്ചലിൻ്റെ തിരസ്കരണം അദ്ദേഹത്തെ കുപിതനാക്കി. ഈ നിമിഷം മുതൽ നിന്റെ രക്ഷാകർതൃത്വം തുടർന്നുകൊണ്ടു പോകാൻ എനിക്ക് നിർവാഹമില്ല. മാത്രമല്ല, എൻ്റെ വീട് നീ ഉടനെ തന്നെ വിട്ടുതരികയും വേണം. ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന് വക്കീൽ ബ്രഫ് മുൻകൂട്ടി കണ്ടിരുന്നു. അതിനാൽ അദ്ദേഹം ബ്രൈറ്റണിലേക്ക് പുറപ്പെട്ടിരുന്നു. ഏബിൾ വൈറ്റ് എത്തിച്ചേർന്നതിന് തൊട്ട് പിന്നാലെ ബ്രഫുമെത്തി. കഥകൾ മുഴുവൻ കേട്ട ശേഷം ബ്രഫ് പറഞ്ഞു, പുതിയൊരു രക്ഷകർത്താവിനെ നിയമിക്കേണ്ട ആവശ്യം വരുമ്പോൾ രക്ഷകർത്തൃത്വം നടത്തുന്ന ആൾക്കാർ ഞാനുമായി ചർച്ച നടത്തണമെന്നൊരു വകുപ്പ് പ്രഭിയുടെ മരണപത്രത്തിൽ പ്രത്യേകം ഞാൻ ഉൾക്കൊള്ളിച്ചിരുന്നു. മിസ് റേച്ചൽ, അതിനാൽ നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇതിനിടയിൽ ഒന്ന് പറയട്ടെ, ഞാനും ഭാര്യയും റേച്ചലിനെ ഞങ്ങളുടെ അതിഥിയാക്കാൻ ആഗ്രഹിക്കുന്നു. അത് സ്വീകരിക്കരുതെന്ന് റേച്ചലിനോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് അവളെ തടുക്കാൻ കഴിയുന്നതിന് മുമ്പ്
അവളത് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. റേച്ചൽ ഞാൻ അവസാനമായി കണ്ട സന്ദർഭം അതായിരുന്നു. ചന്ദ്രകാന്തത്തിൻ്റെ ചരിത്രത്തിൽ എൻ്റെ പങ്ക് ഇവിടെ അവസാനിക്കുന്നു. വക്കീൽ ബ്രഫ് പറഞ്ഞത്. ഗ്രേസ് ഇൻ സ്ക്വയറിലെ ഒരു അഭിഭാഷകനാണ് ഞാൻ. ജൂലിയ പ്രഭുയുടെയും കുടുംബത്തിൻ്റെയും നിയമകാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. ഞാൻ ഈ കഥ പറയാനിടയായതിന് 2 കാരണങ്ങളാണുള്ളത്. ഗോഡ്ഫ്രേയുമായുള്ള റേച്ചലിൻ്റെ വിവാഹ നിശ്ചയം മുറിച്ചതിൻ്റെ കാരണക്കാരൻ ഞാനാണെന്നുള്ളതാണ് ഒന്നാമത്തേത്. 2ാമത്തെ കാരണം ചന്ദ്രകാന്തത്തിൻ്റെ നിഗൂഢതയിൽ ഞാൻ വ്യക്തിപരമായി ഉൾപ്പെട്ടിരുന്നു എന്നതാണ്. ഒരു ദിവസം ആ 3 ഇന്ത്യക്കാരുടെ തലവൻ എൻ്റെ ഓഫീസിലേക്ക് വന്നു. സംസ്കാര സമ്പന്നമായ പെരുമാറ്റമായിരുന്നു അയാളുടേത്. ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസം പ്രശസ്ത സഞ്ചാരി മാർക്ക് ട്വൈറ്റിനെ ഞാൻ കണ്ടുമുട്ടി. ഇത്തരം വിചിത്ര സംഭവങ്ങളിലുള്ള എൻ്റെ പങ്കിനെ ഒട്ടും അപ്രധാനമായി കാണാനാവില്ല. അതിനാൽ കഥയോട് ചില കാര്യങ്ങൾ കൂടി ചേർക്കാൻ എന്നെ അനുവദിക്കൂ. റേച്ചലിൻ്റെ മുറിഞ്ഞ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള കഥയ്ക്ക് ജൂലിയ പ്രഭുയുടെ മരണപത്രവുമായി നേരിട്ട് ബന്ധമുണ്ട്. മിസ് ക്ലാർക്ക് മരണപത്രത്തിൻ്റെ സാക്ഷിയായ സമയത്ത് ജൂലിയ പ്രഭുയുടെ നിർദ്ദേശപ്രകാരം 2ാമതൊരു മരണപത്രം കൂടി തയ്യാറാക്കിയിരുന്നു. ഇതനുസരിച്ച് റേച്ചലിന് സ്വത്തിൽ മരണം വരെ പാട്ടാവകാശം പോലുള്ള ഒരു തരം അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അവളുടെ അമ്മയുടെ ഉത്കൃഷ്ടമായ വിലയിരുത്തലിൻ്റെയും എൻ്റെ നീണ്ടകാല അനുഭവത്തിൻ്റെയും ഗുണഫലമായിരുന്നു. കാരണം ഞങ്ങൾ റേച്ചലിനെ ആപത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആഗ്രഹിച്ചു. ഭാവിയിൽ അവൾ ഒരു ചീത്ത മനുഷ്യനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇരുകൂട്ടർക്കും ഭൂമിയിൽ നിന്നോ ജംഗമ സ്വത്തുക്കളിൽ നിന്നോ ധനമുണ്ടാക്കാൻ കഴിയില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ ജൂലിയ പ്രഭുയുടെ മരണപത്രം പരിശോധിക്കാൻ നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയെ ഏൽപ്പിച്ചിരുന്നതായി ഞാൻ കണ്ടുപിടിച്ചു. ഈ കമ്പനി ഗോഡ്ഫ്രേയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത്തരമൊരു സാഹചര്യം ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നത് മൂലം എനിക്ക് ഒട്ടും തന്നെ അതിശയം തോന്നിയില്ല. മരണപത്രത്തെക്കുറിച്ചുള്ള സത്യം ഗോഡ്ഫ്രേ അറിഞ്ഞാൽ വിവാഹ നിശ്ചയം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു. ഞാൻ ബ്രൈറ്റണിലേക്ക് പോയി റേച്ചലിനോടൊപ്പം ഒരു ദിവസം നടക്കാനിറങ്ങി. ആ നടത്തത്തിനിടയിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കി. വിശദാംശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ വിളറിപ്പോയിരുന്നു. കുറേ നേരത്തേക്ക് അവൾ മൗനത്തിലായിരുന്നു. ഞങ്ങൾ ഒരു നാഴികയിലധികം നടന്നു. പിന്നീട് അവൾ മൗനം മുറിച്ചുകൊണ്ട് എനിക്ക് നന്ദി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ലണ്ടനിലെ ജനങ്ങൾ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ കേൾക്കാനിടയാവുകയാണെങ്കിൽ ദയവായി അത് ശരിയല്ലെന്ന് പറയൂ. നിങ്ങൾ വിവാഹ നിശ്ചയം വേണ്ടെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതുമായി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഇതിന് എന്ത് കാരണമാണ് നിങ്ങൾ പറയുക? ഒന്നും തന്നെയില്ല. നമ്മൾ പിരിയുകയാണ് നല്ലതെന്ന് ഞാൻ അങ്ങ് പറയും. പക്ഷേ ജനങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ലേ? അതെനിക്ക് പ്രശ്നമല്ല. ചന്ദ്രകാന്ത പ്രശ്നത്തിൽ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിച്ച നിലയ്ക്ക് ഞാൻ ഒന്നും തന്നെ ഇനി കാര്യമാക്കുന്നില്ല. ഞാൻ അവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. എന്തെങ്കിലും വാർത്ത അറിയാനിടയായാൽ എനിക്ക് എഴുതാമെന്ന് അവൾ ഉറപ്പു തന്നു. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയതിൻ്റെ അന്ന് രാത്രി ഗോഡ്ഫ്രേയുടെ പിതാവ് എന്നെ വിവരമറിയിച്ചു. ഗോഡ്ഫ്രേ വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചെന്ന്. തന്നെ വിവാഹം കഴിക്കണമെന്ന് ഗോഡ്ഫ്രേ റേച്ചലിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു തുകയുടെ ആവശ്യമുണ്ടായിരുന്നതായി ഞാൻ ഊഹിച്ചു. എന്നാൽ മരണപത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അവളെ വിവാഹം കഴിക്കാനുള്ള എല്ലാ താല്പര്യവും നഷ്ടപ്പെട്ടു. വിവാഹ നിശ്ചയം വേണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. പക്ഷേ അതിലെ വിജയം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഗോഡ്ഫ്രേയുടെ പിതാവ് ഏബിൾ വൈറ്റ് ദേഷ്യം കൊണ്ട് കലി തുള്ളുകയായിരുന്നു. അദ്ദേഹം വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. റേച്ചലിനോട് അദ്ദേഹം തീരെ കാരുണ്യം കാണിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം ബ്രൈറ്റണിലേക്ക് പുറപ്പെട്ട ഉടൻ തന്നെ ഞാനും പുറപ്പെട്ടു. എൻ്റെ നിഗമനം ശരിയാണെന്ന് അവിടുത്തെ സംഭവ വികാസങ്ങൾ തെളിയിച്ചു. റേച്ചൽ എൻ്റെ കുടുംബത്തോടൊത്ത് താമസിക്കാൻ എത്തിയപ്പോൾ അവൾ തനിക്ക് ആവശ്യമായ സമാധാനവും ശാന്തതയും കണ്ടെത്തി. അവസാനം പരിപാലകർ പുതിയൊരു രക്ഷകർത്താവിനെ അവൾക്കായി കണ്ടെത്തിയപ്പോൾ അവൾ ഞങ്ങളുടെ വീട് വിട്ടു. വളരെ സൗഹൃദത്തോടെ തന്നെ. ഇനി ചന്ദ്രകാന്തത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. റേച്ചൽ ഞങ്ങളുടെ വീട് വിട്ടിട്ട് 7-10 ദിവസങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ആരംഭം.
എൻ്റെ ഗുമസ്തൻ മുറിയിലേക്കൊരു കാർഡ് കൊണ്ടുവന്ന് തന്നു. അതിന്മേൽ ഒരു വിദേശീയ നാമമുണ്ടായിരുന്നു. അതിന് താഴെ മഷിയിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മിസ്റ്റർ സെപ്റ്റിമസ് ലൂക്കർ ശുപാർശ ചെയ്തത് പ്രകാരം. ഒരുവനെ എന്നോട് ശുപാർശ ചെയ്യാൻ തക്ക ധൈര്യം അയാൾക്ക് എങ്ങനെയുണ്ടായി എന്ന് ഞാൻ ആലോചിച്ചു. അതൊരു ഇന്ത്യക്കാരനാണെന്ന് ഗുമസ്തൻ എന്നോട് പറഞ്ഞു. അയാൾ അകത്തു വന്നപ്പോൾ അയാൾ ആ 3 ഇന്ത്യക്കാരിൽ ഒരുവനാണെന്ന ശക്തമായൊരു വികാരം എന്നിലുണ്ടായി. അയാൾ ഒന്നാന്തരം ഇംഗ്ലീഷാണ് സംസാരിച്ചിരുന്നത്. എന്നെ ശല്യപ്പെടുത്തുന്നതിൽ അയാൾ മാപ്പ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു: അല്പം പണം കടം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് ഈടെന്ന നിലയിൽ മറ്റൊന്നുമില്ലാത്തതിനാൽ ഈ പെട്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇതും പറഞ്ഞ് രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചെറിയൊരു ചെപ്പ് അയാൾ പുറത്തെടുത്തു. നിങ്ങളാദ്യം മിസ്റ്റർ ലൂക്കറുടെ അടുത്ത് പോയില്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടം കൊടുക്കാനുള്ള പണമില്ലെന്ന് പറയുന്നു. അതിനാലാണ് അദ്ദേഹം എന്നെ ഇങ്ങോട്ടയച്ചത്. പക്ഷേ ഞാൻ പണം കടം കൊടുക്കുന്നില്ലല്ലോ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈടിന്മേൽ. അയാൾ എന്നെ കൊല്ലാൻ തയ്യാറെടുത്തതുപോലെയുണ്ടായിരുന്നു അപ്പോഴത്തെ അയാളുടെ ഭാവം. എൻ്റെ കൈവശം ചന്ദ്രകാന്തം ഉണ്ടായിരുന്നെങ്കിൽ അതും അയാൾ ചെയ്യുമായിരുന്നു. പോകുന്നതിന് മുമ്പ് അയാൾ ചോദിച്ചു: നിങ്ങൾ പണം കടം തന്നൂന്നിരിക്കട്ടെ, അത് തിരിച്ചു തരാൻ എത്ര കാലമാണ് വേണ്ടിവരിക? ഈ രാജ്യത്തെ പതിവ് നടപടി പ്രകാരം 1 കൊല്ലത്തിനുള്ളിൽ തിരിച്ചു തരണം. ഇന്ത്യക്കാരൻ ഭവ്യത പ്രകാശിപ്പിച്ച് മെല്ലെ സ്ഥലം വിട്ടു. ഈ കൂടിക്കാഴ്ചയിൽ എനിക്ക് അതിശയം തോന്നി. പണം തിരിച്ചു നൽകുന്നതിനെക്കുറിച്ചുള്ള വിവരം ആരാഞ്ഞപ്പോഴാണ് അയാൾ ആദ്യമായി എൻ്റെ നേർക്ക് നോക്കിയതെന്ന കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അയാൾ എൻ്റെ അടുത്ത് വന്നതെന്ന് ഇതിൽ നിന്ന് ഞാൻ ഊഹിച്ചു. എൻ്റെ മറുപടി അയാളെ തൃപ്തിപ്പെടുത്തിയെന്ന് തോന്നുന്നു. അടുത്ത ദിവസം സെപ്റ്റിമസ് ലൂക്കർ നേരിട്ട് തന്നെ എൻ്റെ ഓഫീസിലേക്ക് വന്നു. വൃത്തിഹീനനായ അയാളുടെ ദാസ്യഭാവം അതിലേറെ അരോചകമായിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിൽ വന്ന ഇന്ത്യക്കാരനെക്കുറിച്ച് പറയാനാണ് അയാൾ വന്നത്. ആ ഇന്ത്യക്കാരൻ ലൂക്കറെ സന്ദർശിച്ചിരുന്നുവെന്ന് അയാൾ പറഞ്ഞു. ഇന്ത്യക്കാരൻ തന്നെ കൊല്ലുമെന്ന് അയാൾ ഭയപ്പെട്ടു പോയത്രേ. എന്നോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഇന്ത്യക്കാരൻ ലൂക്കറോടും ചോദിച്ചിരുന്നു. ഇന്ത്യക്കാരന് ലൂക്കർ പണം കടം കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ തനിക്ക് പണം കടം കിട്ടാൻ സാധ്യതയുള്ള ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ അയാൾ ലൂക്കറോട് ആവശ്യപ്പെട്ടു. ലൂക്കർ എന്നോട് പറഞ്ഞു: ഞാൻ ദുഃഖിക്കുന്നു സർ, കാരണം നിങ്ങളുടെ പേരാണ് ആദ്യമായി എൻ്റെ മനസ്സിൽ വന്നത്. അയാൾ പല തവണ മാപ്പ് പറഞ്ഞു. അന്ന് രാത്രി ഒരു ഡിന്നർ പാർട്ടിയിൽ എൻ്റെ അരികിൽ മാർക്വൈറ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് ചന്ദ്രകാന്തത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു സുവർണാവസരമായി ഞാൻ കരുതി. അദ്ദേഹത്തിന് ഈ കേസിൽ താല്പര്യമുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിച്ചു. മാർക്വൈറ്റ് ആകെ അന്തം വിട്ടു. ഞാൻ ആരാണെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. പ്രഭുയുടെ കുടുംബവുമായുള്ള തൊഴിൽപരമായ ബന്ധത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു. ആ ഇന്ത്യക്കാരെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അദ്ദേഹം ചോദിച്ചു. അതിലൊരാൾ ഇന്നലെ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. അദ്ദേഹം ഞെട്ടിത്തരിച്ചുപോയി. ഇന്ത്യക്കാരൻ്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അതേപോലെ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. കടം തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റിയുള്ള അയാളുടെ ചോദ്യത്തിൽ എന്തോ ലക്ഷ്യമുള്ളതായി എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു: തീർച്ചയായും എന്തോ ഉണ്ട്. നിങ്ങൾക്കത് ഊഹിക്കാൻ കഴിയില്ലേ മിസ്റ്റർ ബ്രഫ്? എനിക്ക് അത്ര ഊഹം പോരാ. ഞാൻ എൻ്റെ മണ്ടത്തരം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. ജൂലിയ പ്രഭയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസായത് കാരണം നിങ്ങളിത് മനസ്സിലാക്കിയേ തീരൂ. എനിക്കത് വിശദീകരിക്കാമോ? എനിക്കത് കേൾക്കാൻ അങ്ങേയറ്റം ആകാംക്ഷയായിരുന്നു. എൻ്റെ പ്രോത്സാഹനം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഇന്ത്യക്കാർ തങ്ങളുടെ പവിത്ര രക്തം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇന്നേ വരെ 2 പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് കേണൽ ജോൺ മരിച്ചപ്പോൾ. അത് അവരുടെ ആദ്യത്തെ അവസരമായിരുന്നു. ഇതിനു മുമ്പ് ചന്ദ്രകാന്തം ബാങ്കിൻ്റെ സ്ട്രോങ് റൂമിലായിരുന്നു. അവർക്ക് കേണൽ ജോണിൻ്റെ മരണപത്രത്തിൻ്റെ ഒരു കോപ്പി ലഭിച്ചിരുന്നു. ഫ്രാങ്ക്ലിൻ ചന്ദ്രകാന്തം റേച്ചലിന് സമ്മാനിക്കുമെന്ന് മരണപത്രത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതിനാൽ അവർ ഫ്രാങ്ക്ലിനെ എല്ലായിടത്തും പിന്തുടർന്നു. 3 ജാലവിദ്യക്കാരുടെ കഥ നിങ്ങൾ ഇതിനകം കേട്ടിട്ടുണ്ടായിരിക്കണം. ഫ്രാങ്ക്ലിനത് പ്രസിംഗ് ഹാളിലെ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യക്കാർക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അവർ ഒരു ശ്രമം നടത്തിയിരുന്നു.
അങ്ങനെയാണ് ഗബ്രിയേൽ അവരെ മട്ടുപ്പാവിൻ്റെ മുകളിൽ വെച്ച് കണ്ടത്. ചന്ദ്രകാന്തം അപ്രത്യക്ഷമായതിനു ശേഷം എല്ലാവരും ലണ്ടനിലേക്ക് നീങ്ങി. അതുപോലെ തന്നെ ആ ഇന്ത്യക്കാരും. ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വാർത്ത അറിയുമെന്ന ആശയിൽ അവർ ലൂക്കറെ ചുറ്റിപ്പറ്റി നിന്നു. ആരാണ് ചന്ദ്രകാന്തം കൈക്കലാക്കിയതെന്ന കാര്യം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ ഒരു നിഗൂഢതയായി അവശേഷിക്കുകയാണെന്ന് മാർക്ക് ട്വൈറ്റ് പറഞ്ഞു. ചന്ദ്രകാന്തം കൈക്കലാക്കിയത് ഗോഡ്ഫ്രെ ആണെന്ന് പറയാൻ എൻ്റെ നാവ് പൊങ്ങിയതായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് റേച്ചൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. മാർക്ക് ട്വൈറ്റ് തുടർന്നു. കാലത്തിന് മാത്രമേ ഈ നിഗൂഢതയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയൂ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ലണ്ടനിലേക്ക് വരികയും ചന്ദ്രകാന്തം വീണ്ടെടുക്കാൻ അവർ രണ്ടാമതൊരു ശ്രമം നടത്തുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അവർ വീണ്ടും പരാജയപ്പെട്ടു. വിലപിടിച്ച തൻ്റെ സാധനങ്ങൾ ബാങ്കിൽ സൂക്ഷിക്കാനുള്ള ലൂക്കറുടെ ദീർഘദൃഷ്ടി ഇന്ത്യക്കാരുടെ രണ്ടാമത്തെ ശ്രമത്തെയും തകർത്തു കളഞ്ഞു. ഇനി അവരിപ്പോൾ മൂന്നാമത്തേതും അവസാനത്തേതുമായ അവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവരതിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യക്കാരും ചിന്തിക്കുന്നത് എന്നർത്ഥം. അതായത് ചന്ദ്രകാന്തം പണയം വെച്ചിരിക്കുകയാണെന്നർത്ഥം. പണയം തിരിച്ചെടുക്കുന്നതുവരെ 1 കൊല്ലം അവർ കാത്തിരിക്കും. പിന്നീടത് അവർ വീണ്ടെടുക്കുകയും ചെയ്യും. വളരെ ശരി, അനുഭവ സമ്പത്തുള്ള ആ സഞ്ചാരി പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വളരെ അകലെയായിരിക്കും. അതിനാൽ താങ്കൾ ലണ്ടനിൽ തന്നെ ആ കാലയളവിൽ താമസിക്കാൻ ശ്രമിക്കൂ. ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ അദ്ദേഹം അവസാനമായി എന്നോട് പറഞ്ഞ വാക്കുകൾ അതായിരുന്നു. ഞാൻ എൻ്റെ ഡയറിയിൽ ആ തീയതി കുറിച്ചിട്ടു. 1849 ജൂൺ. ഈ മാസാവസാനം ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വാർത്ത പ്രതീക്ഷിക്കുന്നു. ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാനിവിടെ നിർത്തുന്നു. ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. ജൂലിയ പ്രഭയുടെ മൂത്ത സഹോദരിയുടെ മകനാണ് ഞാൻ. ചന്ദ്രകാന്തം കേസിനെക്കുറിച്ചുള്ള നിഗൂഢതയെപ്പറ്റി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇനി നേരിൽ പറയട്ടെ. 1849 ആരംഭത്തിലായിരുന്നു അത്. ഞാൻ പൗരസ്ത്യ ദേശത്ത് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വക്കീൽ ബ്രഫിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നത്. എൻ്റെ പിതാവ് മരിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാരിച്ച സ്വത്തുക്കൾക്ക് ഞാൻ അവകാശിയായി തീർന്നിരിക്കുന്നുവെന്നും കത്തിലെഴുതിയിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് ഉടനെ തിരിച്ചെത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ പുറപ്പെട്ടു. റേച്ചലിൻ്റെ പരുഷമായ പെരുമാറ്റത്തെ തുടർന്ന് ഞാൻ ഹൃദയം പൊട്ടിയ നിലയിലായിരുന്നു. അവളെ മറക്കാനായി ഞാൻ വിദേശത്തേക്ക് പോയെങ്കിലും അതിൽ വിജയിച്ചില്ല. ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ കീഴടക്കുകയായിരുന്നു. ബ്രഫിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച കാര്യം റേച്ചലിനെ കുറിച്ചായിരുന്നു. റേച്ചൽ അവളുടെ പിതാവിൻ്റെ വിധവയായ സഹോദരി ശ്രീമതി മെറിഡ്യൂവിൻ്റെ രക്ഷാകർത്തത്തിൽ പോർട്ട്ലാൻഡ് പ്ലേസിൽ താമസിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രഫിനോട് എന്തെങ്കിലും പറയാൻ മെനക്കെടാതെ ഞാൻ നേരെ പോർട്ട്ലാൻഡ് പ്ലേസിലേക്ക് കുതിച്ചു. കുറേ നേരം കാത്തിരുന്നിട്ടും റേച്ചൽ വീട്ടിലില്ലെന്ന അറിയിപ്പാണ് എനിക്ക് കിട്ടിയത്. അന്ന് വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരുമെന്ന് കാണിച്ച് ഞാനൊരു കുറിപ്പ് കൊടുത്ത് ഏൽപ്പിച്ചു. എന്നാൽ 2ാം തവണ ചെന്നപ്പോഴും അവൾ പുറത്തു പോയിരിക്കുകയാണത്രേ. എന്നാൽ എൻ്റെ കുറിപ്പ് റേച്ചൽ സ്വീകരിച്ചിരുന്നതായി എനിക്ക് വിവരം കിട്ടി. ഇതിൽ നിന്ന് അവൾക്കെന്നെ കാണാൻ താല്പര്യമില്ലെന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. ഇനി അവളുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ കത്ത് മുഖാന്തരം മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ അവൾക്കൊരു കത്തെഴുതി. അതിന് വന്ന മറുപടി ചെറുതും കുറുക്കിക്കൊള്ളുന്നതുമായിരുന്നു. ഫ്രാങ്കലിനുമായി കത്തിടപാട് നടത്താൻ താല്പര്യമില്ലാത്തതിൽ റേച്ചൽ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മനസ്സിന് അഗാധമായി മുറിവേറ്റു. റേച്ചൽ എന്തുകൊണ്ടാണ് വിചിത്രമായ രീതിയിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞില്ല. ആരുടെ കയ്യിലാണ് ചന്ദ്രകാന്തം എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനി അവളുമായി വീണ്ടും അടുക്കാൻ കഴിയൂ എന്ന് ഞാൻ മനസ്സിലാക്കി. കേസ് അന്വേഷണത്തിൽ ഞാൻ ഉൾപ്പെട്ടത് ഒരു പക്ഷേ അവളെ പ്രകോപിപ്പിച്ചിരിക്കാം. ചന്ദ്രകാന്തത്തിൻ്റെ നിഗൂഢത അനാവരണം ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടെ ഞാൻ യോർക്ക്ഷയറിലേക്ക് തീവണ്ടി കയറി. ഗബ്രിയേൽ മട്ടുപ്പാവിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാനായില്ല. ഹോ, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വന്നുവല്ലോ ഫ്രാങ്ക്ലിൻ, അദ്ദേഹം പറഞ്ഞു. ചന്ദ്രകാന്തത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ഗബ്രിയേലിനോട് പറഞ്ഞു. ആ നശിച്ച രത്നത്തെ തനിയെ വിട്ടേക്കൂ.
അത് ഈ വീടിന് ദൗർഭാഗ്യമല്ലാതെ മറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഗബ്രിയേൽ, ഇനി തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സാർജന്റ് കഫ് അവസാനിപ്പിച്ചെടുത്തു നിന്ന് നമുക്ക് ആരംഭിക്കാം. റോസൻ എനിക്ക് എഴുതിയ കത്തിനെക്കുറിച്ച് ഗബ്രിയേൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ ആ കത്ത് ശേഖരിക്കാനായി ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. ചുരുങ്ങിയ വാക്കുകളെ ആ കത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നോടുള്ള അവളുടെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അടക്കം ചെയ്തിരിക്കുന്ന കത്ത് കാണണമെന്ന് റോസന്നെ കത്തിലെഴുതിയിരുന്നു. ഞാൻ കത്ത് ഗബ്രിയേലിനെ ഏൽപ്പിച്ചു. അത് ചതുപ്പ് നിലത്തെ ഒരു ഒളിവ് സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനയായിരുന്നു. ഗബ്രിയേൽ ഇത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് സാർജന്റ് കഫ് പ്രവചിച്ചിരുന്നതുപോലെ കീറുകൃത്യം തന്നെ. ഇവിടെയാണ് എല്ലാവരെയും കുഴക്കിയിരിക്കുന്ന രഹസ്യം കുടികൊള്ളുന്നത്. എന്താണ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ പുറത്തു നടന്നപ്പോൾ ഒരു പയ്യൻ വല നന്നാക്കുന്നത് കണ്ടു. വേലിയിറക്കം എപ്പോഴാണെന്ന് ഗബ്രിയേൽ അവനോട് ചോദിച്ചു. 1 മണിക്കൂറിനുള്ളിൽ, അവൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയുമായിരുന്നു. ഗബ്രിയേൽ അതിനെ കുറ്റാന്വേഷണ പനി എന്ന് വിശേഷിപ്പിച്ചു. ഞങ്ങൾ ചതുപ്പ് നിലത്തേക്ക് യാത്ര പുറപ്പെട്ടു. സമയം ധാരാളമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ വീണ്ടും 20 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. ഒരു കഷ്ണം കടലാസിൽ കുറിച്ചിട്ടിരുന്ന നിർദ്ദേശപ്രകാരം ലൈറ്റ് ഹൗസും കാവൽ കപ്പൽ നിരയും കൊടിമരവും ഒരേ വരിയിൽ കാണത്തക്ക വിധമുള്ളൊരു സ്ഥലത്ത് ഞാൻ നിന്നു. റോസന്നയുടെ കുറിമാനം ഞാൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കരുതെന്ന് അവൾ പറഞ്ഞിരുന്നതായി ഗബ്രിയേൽ എന്നെ ഓർമ്മിപ്പിച്ചു. ഞാൻ ജോലി ചെയ്തു തീരുന്നതുവരെ അദ്ദേഹം എന്നെ ദേവദാരു മരത്തോട്ടത്തിനരികെ കാത്തു നിൽക്കാമെന്ന് ഏറ്റു. എന്നെ കടൽ തീരത്ത് നിർത്തിയിട്ട് അദ്ദേഹം നടന്നകന്നുപോയി. ഞാനൊരു സിഗരറ്റിന് തീ കൊളുത്തി കാത്തുനിന്നു. സിഗരറ്റ് വലിച്ചു തീരുന്നതിന് മുമ്പേ തിരയിറങ്ങി. കുറിമാനത്തിലെ നിർദ്ദേശമനുസരിച്ച് പാറയിൽ ഒരു വിള്ളൽ കാണുന്നതുവരെ ഞാൻ മുന്നോട്ട് നടന്നു. വിള്ളലിൽ ചൂണ്ടുവിരൽ കടത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചങ്ങല തടഞ്ഞു. ഞാൻ അത് പിടിച്ചു വലിച്ചു. ചങ്ങല തുരുമ്പ് പിടിച്ചിരുന്നതിനാൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണടച്ചു പിടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ ചങ്ങല പിടിച്ചു വലിച്ചു. ചങ്ങലയുടെ മറ്റേ അറ്റത്തുള്ള പെട്ടി എൻ്റെ അരികിലെത്തി. ഞാനത് കാൽമുട്ടുകളിൽ വെച്ച് മൂടി തുറന്നു നോക്കി. അകത്ത് കുറച്ച് വെളുത്ത ലിനൻ തുണിയും ഒരു കത്തുമുണ്ടായിരുന്നു. കത്ത് പോക്കറ്റിലിട്ട് ചുളുക്ക് വീണ തുണി നിവർത്തി പരിശോധിച്ചു. അടിഭാഗത്തെ വക്കിൽ ഒരു പെയിൻ്റ് അടയാളം ഞാൻ കണ്ടു. റേച്ചലിൻ്റെ വാതിൽമേൽ നിന്നുള്ള പെയിൻ്റ് അടയാളം. സാർജന്റ് കഫിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ തിരിച്ചെത്തി. പെയിൻ്റ് അടയാളമുള്ള വസ്ത്രം ആരുടേതാണെന്ന് നാം കണ്ടുപിടിച്ചാൽ നമുക്ക് ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള നിഗൂഢത ചുരുളഴിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഗബ്രിയേലിൻ്റെ അരികിൽ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ലക്ഷ്യം വിജയിച്ചുവോ എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അതാരുടെ ലിനാണെന്ന് കണ്ടുപിടിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞാനതിൽ എന്തെങ്കിലും പേര് കാണുമോ എന്ന് തിരിച്ചു മറിച്ചും പരിശോധിച്ചു. ഞാനാകെ ഞെട്ടിത്തരിച്ചുപോയി. അതിന്മേലുള്ള പേര് എൻ്റേതായിരുന്നു. ആ പേര് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു. സ്വപ്നമല്ല, എൻ്റെ പേര് തന്നെയാണ് ആ നിശാവസ്ത്രത്തിലുള്ളത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ലണ്ടൻ വിട്ടത് ചന്ദ്രകാന്തം ആരാണെന്ന് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ്. ഇപ്പോൾ ഞാൻ തന്നെയാണ് മോഷ്ടാവ് എന്ന തെളിവുമായി എനിക്ക് മല്ലിടേണ്ടിയും കൂടിയിരിക്കുന്നു. കള്ളൻ കപ്പലിൽ തന്നെയാണോ? വീട്ടിൽ മടങ്ങിയെത്തിയ ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു. എൻ്റെ മനസ്സ് നിഷ്ക്രിയമായതുപോലെ തോന്നി. എൻ്റെ മാനസികാവസ്ഥ കണ്ട കാര്യമെന്താണെന്ന് ഗബ്രിയേൽ അന്വേഷിച്ചു. ഒന്നും മിണ്ടാതെ ആ ലിനൻ തുണി, നിശാവസ്ത്രം ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതിലെന്തോ ഗൂഢാലോചനയുണ്ടെന്ന് തുണി പരിശോധിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ വാദം ഞാൻ അംഗീകരിച്ചില്ല. ചന്ദ്രകാന്തം മോഷ്ടിച്ചതായി എനിക്ക് യാതൊരു ഓർമ്മയുമില്ല. പക്ഷേ തെളിവ് എനിക്ക് എതിരായത് എങ്ങനെയാണെന്ന് നോക്കൂ, ഞാൻ പറഞ്ഞു. ആ പെട്ടിയിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കൂടി കണ്ടെത്തിയോ? ഹോ, ഞാനത് മറന്നുപോയി. കണ്ടെത്തി. അതൊരു കത്തായിരുന്നു. ഞാനത് പുറത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. അത് നിരവധി പേജുകളുള്ള ഒരു നീണ്ട കത്തായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ റോസന്നയുടെ ഒപ്പമുണ്ടായിരുന്നു. അതിലെ ആദ്യ വാക്യം തന്നെ എനിക്കൊരു ആഘാതമായിരുന്നു. റോസന്ന എന്നെ പ്രേമിക്കുന്നുവത്രേ. അവൾ എന്നെ ആദ്യമായി കണ്ട നിമിഷം മുതൽ ആഗ്രഹിച്ചതാണ് ആ പ്രേമം.
അന്നു മുതൽ അവൾ എൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവൾ അതിൽ പരാജയപ്പെട്ടു. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ച നിർണായകമായ പ്രഭാതത്തിൽ അവൾ എൻ്റെ മുറി അടിച്ചു വാരാൻ പോയി. അവിടെ നിന്നവൾ എൻ്റെ പെയിൻ്റ് അടയാളമുള്ള നിശാവസ്ത്രം കണ്ടെടുത്തു. സൂപ്രണ്ട് സിഗ്രേവ് അത്തരമൊരു വസ്ത്രത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നു. അവളത് ആരും കാണാതെ എടുത്ത് അവളുടെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചു. ഈ സമയത്ത് ചന്ദ്രകാന്തം മോഷ്ടിച്ചതിന് ഉത്തരവാദി ഞാനാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നില്ല. പെനലോപ്പാണ് റേച്ചലിൻ്റെ മുറിയിൽ അവസാനമായി പോയത് എന്നതിനാൽ അവളെയാണ് കൂടുതൽ സംശയിക്കുന്നതെന്ന് സാർജന്റ് കഫ് പെനലോപ്പിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഫ്രാങ്കിളിനാണ് അന്ന് രാത്രി അവസാനമായി റേച്ചലിൻ്റെ മുറിയിൽ പോയതെന്ന് റോസന്നയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ നിശാവസ്ത്രം ഒളിപ്പിച്ചു വെച്ചത്. അവളുടെ കഴിഞ്ഞകാല പ്രവൃത്തികൾ എന്നോട് അടുപ്പം പ്രകടിപ്പിക്കുന്നതായിരുന്നു. ചന്ദ്രകാന്തത്തിൻ്റെ മോഷ്ടാവിനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് ലൈബ്രറിയിൽ വന്ന് അവൾ എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. പെയിൻ്റ് അടയാളമുള്ള നിശാവസ്ത്രത്തിന് പകരമായി വയ്ക്കാൻ അവൾ പുതിയൊരു നിശാവസ്ത്രം തയ്പ്പിച്ചിരുന്നു. പെയിൻ്റ് അടയാളമുള്ള നിശാവസ്ത്രം അവൾ നശിപ്പിച്ചില്ല. കാരണം കത്തിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ അതെന്നോടുള്ള പ്രേമത്തിൻ്റെ സാക്ഷ്യപത്രമായി നിലനിൽക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒരു നാൾ അത് വീണ്ടെടുക്കുമ്പോൾ എനിക്ക് അവളോട് നന്ദി തോന്നണമെന്ന് അവൾ കരുതി കാണണം. റേച്ചലിനോട് ഞാൻ കാണിച്ച സ്നേഹത്തിൻ്റെ 1000-ലൊരു അംശം റോസന്നയോട് കാണിച്ചിരുന്നെങ്കിൽ അവളുടെ പ്രേതം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു എന്നും കത്തിലെഴുതിയിരുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് മടക്കി കീശയിൽ വെച്ചു. ലണ്ടനിലേക്ക് കഴിയുന്നത്ര വേഗത്തിൽ മടങ്ങിച്ചെന്ന് എല്ലാ കാര്യങ്ങളും വക്കീൽ ബ്രഫിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ യാത്ര തിരിക്കുന്നതിന് മുമ്പായി ഗബ്രിയലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. പറയൂ ഗബ്രിയൽ, റേച്ചലിൻ്റെ ജന്മദിന ആഘോഷത്തിൻ്റെ അന്ന് ഞാൻ മദ്യപിച്ചിരുന്നുവോ? ഉവ്വ്, നിങ്ങൾ മദ്യപിച്ചിരുന്നു. അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ വളരെ ക്ഷീണിതനായിരുന്നു. അതിനാൽ അല്പം ബ്രാൻഡി കഴിക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിച്ചു, അത്ര തന്നെ. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾക്കെന്നെ കുട്ടിക്കാലം മുതൽക്കേ അറിവുള്ളതാണല്ലോ. ഞാൻ ഉറക്കത്തിൽ നടക്കുന്നതായി നിങ്ങൾ എന്തെങ്കിലും കണ്ടത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിശാവസ്ത്രത്തിൽ പെയിൻറ് പുരണ്ടത് അങ്ങനെയാണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവം ഒരിക്കലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല സർ, അതെനിക്ക് ഉറപ്പാണ്. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ അവസ്ഥ കണ്ട ഗബ്രിയൽ പറഞ്ഞു, ഒരു നിമിഷത്തേക്ക് ഞങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തം സ്വീകരിച്ചു എന്നിരിക്കട്ടെ. ചന്ദ്രകാന്തം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതൂ. പക്ഷേ അതിൻ്റെ പിന്നീടുള്ള ചരിത്രമെന്താണ്? രത്നം ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അത് ലൂക്രയുടെ കയ്യിൽ പണയത്തിലാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ അറിയാതെയാണോ ചെയ്തത്? അല്ല മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾക്ക് സമചിത്തത നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരെ ചൊവ്വേ ചിന്തിക്കാനും കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങളും മറക്കാൻ ശ്രമിച്ച് സ്വന്തം കാര്യം നോക്കുകയല്ലേ സർ നല്ലത്? ഞാനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും തീവണ്ടി പുറപ്പെടാറായി നിൽക്കുന്നു. ഗബ്രിയലിന് ഞാൻ എൻ്റെ മേൽവിലാസം കൊടുത്ത് ആവശ്യമെങ്കിൽ എഴുതാൻ പറഞ്ഞു. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഡോക്ടർ കാൻഡിയുടെ സഹായിയായ എസ്ര ജെന്നിങ്സിനെ കണ്ടു. റോസന്നയുടെ കത്ത് ഗബ്രിയലിന് വായിച്ചു കൊടുക്കുന്ന സമയത്തും ഞാൻ അദ്ദേഹത്തെ മുമ്പ് കണ്ടിരുന്നു. 2 തവണ കണ്ടുമുട്ടിയത് തികച്ചും യാദൃശ്ചിക സംഭവമായിരുന്നു. അദ്ദേഹത്തിന് പൗരസ്ത്യമായി ചില സവിശേഷതകൾ ഉണ്ടായിരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം തൊപ്പി ഉയർത്തി. ഞാൻ ഹാംസ്റ്റഡിൽ വക്കീൽ ബ്രഫിൻ്റെ വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ 2 പേരും അദ്ദേഹത്തിൻ്റെ പഠനമുറിയിലേക്ക് പോയി. ഞാൻ അദ്ദേഹത്തിന് നിശാവസ്ത്രവും റോസന്നയുടെ കത്തും കാണിച്ചു കൊടുത്തു. അവ 2ഉം അദ്ദേഹം കാര്യമായി പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഇത് വളരെ ഗുരുതരമാണ്. ഇത് നിങ്ങളുടെയും റേച്ചലിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമുക്ക് റേച്ചലിൻ്റെ അസാധാരണമായ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ കഴിയുമെന്ന് തോന്നുന്നു. അവളുടെ ചന്ദ്രകാന്തം കട്ടത് നിങ്ങളാണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. കാരണം ഈ ആശയം എൻ്റെ മനസ്സിലും ഉദിച്ചിരുന്നു. എങ്കിൽ നമുക്ക് റേച്ചലിൻ്റെ അടുത്ത് പോയി എന്തുകൊണ്ടാണ് തുടക്കത്തിലെ അവൾ നിങ്ങളെ സംശയിച്ചതെന്ന് ചോദിച്ചറിയണം, ബ്രഫ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നുവെങ്കിലും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ വന്നിരുന്നു.
എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന് വേണം ബ്രഫ് പറഞ്ഞു. നിശാവസ്ത്രം നിങ്ങളുടേത് തന്നെ, സംശയമില്ല. എന്നാൽ ചന്ദ്രകാന്തം മോഷ്ടിക്കപ്പെട്ട സമയത്ത് നിങ്ങളാണത് ധരിച്ചിരുന്നതെന്നതിന് തെളിവാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാദമുഖം എനിക്ക് മതിപ്പുളവാക്കി. ബ്രഫ് പിന്നെ റോസന്നയുടെ കത്തിൻ്റെ കാര്യമെടുത്തിട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വളരെയധികം മനോവേദന ഉണ്ടാക്കിയിരിക്കണം. എന്നാൽ എൻ്റെ തൊഴിൽപരമായ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയട്ടെ. റോസന്ന മുഴുവൻ സത്യവും വെളിപ്പെടുത്തിയിട്ടില്ല. നിശാവസ്ത്രത്തിൻ്റെ തെളിവിന്മേൽ റേച്ചൽ നിങ്ങളെ സംശയിക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിൽ ഈ ആശയം വിതച്ചത് റോസന്നയായിരിക്കണം. റോസന്നയ്ക്ക് റേച്ചലിനോട് അസൂയുണ്ടായിരുന്നതായി അവൾ തൻ്റെ കത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോഴിതാ നിങ്ങളും റേച്ചലും തമ്മിൽ ഒരു വിടവ് സൃഷ്ടിക്കാനുള്ള അവസരം അവൾക്ക് കൈവന്നിരിക്കുന്നു. ഇതുമൂലം തനിക്ക് ചില ഗുണങ്ങൾ കിട്ടുമെന്ന് റോസന്ന കരുതി. കത്ത് തുറന്ന് വായന തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരമൊരാശയം എൻ്റെ മനസ്സിലും വന്നിരുന്നു. ഇനി മറ്റൊരു സാധ്യത കൂടിയുണ്ട്. നിശാവസ്ത്രം കൂടാതെയുള്ള മറ്റെന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റേച്ചൽ നിങ്ങളെ സംശയിക്കുന്നുവെന്ന് കരുതി നോക്കൂ. നമുക്ക് അവളെ കൊണ്ട് സത്യം മുഴുവനും പറയിപ്പിക്കണം. ആർക്കാണത് ചെയ്യാൻ കഴിയുക? ഞാൻ ശ്രമിച്ചു നോക്കാം, ഞാൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിയെന്ന് തോന്നുന്നു. എങ്കിലും അല്പം ചിന്തിച്ച ശേഷം ഇതൊരു നല്ല ആശയമാണെന്ന് ബ്രഫ് തന്നെ സമ്മതിച്ചു. റേച്ചലിനെ എവിടെ വെച്ച് സന്ധിക്കുമെന്നായിരുന്നു അടുത്ത ചോദ്യം. റേച്ചലിന് എന്നെ അഭിമുഖീകരിക്കാനുള്ള വൈമനസ്യത്തിൻ്റെ കാരണം വ്യക്തമായിരുന്നു. റേച്ചലുമായി സംസാരിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം വക്കീൽ ബ്രഫിൻ്റെ വീടാണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. കാരണം ഒരിക്കൽ അവൾ അവിടെ താമസിച്ചിരുന്നതാണല്ലോ. ആദ്യം അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും അവസാനം എൻ്റെ അഭ്യർത്ഥനയ്ക്ക് അദ്ദേഹം വഴങ്ങി. അടുത്ത ദിവസം രാവിലെ ബ്രഫ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പൂന്തോട്ടത്തിൻ്റെ അടുത്തുള്ള വാതിലിൻ്റെ താക്കോൽ തന്നു. വൈകിട്ട് 3 മണിക്ക് റേച്ചൽ മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ എന്ന് അദ്ദേഹം അറിയിച്ചു. അന്ന് ഗബ്രിയലിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. ഞാൻ ആരാണെന്ന് എസ്ര ജെന്നിങ്സ് ചോദിച്ചതായി അദ്ദേഹം എഴുതിയിരിക്കുന്നു. എസ്ര ജെന്നിങ്സ് ഡോക്ടർ കാൻഡിയുടെ അസിസ്റ്റൻ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഡോക്ടർ കാൻഡി ഗബ്രിയലിനെ സന്ദർശിച്ചിരുന്നുവെന്നും അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗബ്രിയേൽ എഴുതിയിരിക്കുന്നു. ഡോക്ടർ കാൻഡിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ടത്രേ. കത്ത് അശ്രദ്ധയോടെ ഞാൻ കീശയിൽ തിരുകി. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ റേച്ചലുമായി നടക്കാനിരിക്കുന്ന സമാഗമമായിരുന്നു. ഞാൻ മുറിക്കകത്ത് കടക്കുമ്പോൾ റേച്ചൽ പിയാനോ വായിക്കുകയായിരുന്നു. എന്നെ കണ്ട ഉടനെ ആകെ മരവിച്ചിട്ടെന്ന പോലെ അവൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ അവളുടെ പേര് വിളിച്ചപ്പോൾ അവൾ അരികിലേക്ക് വന്നു. എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ അവളെ വാരിപ്പുണർന്നു. പഴയ സ്നേഹവാത്സല്യങ്ങൾ എന്നിലേക്ക് തിരയടിച്ച് മടങ്ങി വന്നു. ഒരു നിമിഷം അവൾ സ്വയം മറന്ന് അതേ ഊഷ്മളതയോടെ പ്രതികരിച്ചു. പിന്നീട് ഭയപ്പെട്ട പോലെ അവൾ എന്നെ തള്ളിമാറ്റി. അവളിൽ വിദ്വേഷവും പുച്ഛവും നിറഞ്ഞു നിന്നിരുന്നു. ഇവിടെ വരാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? വൃത്തികെട്ട മനുഷ്യൻ! അപമാനത്തിൻ്റെ പരമമായ സ്വരം അതിൽ പ്രകടമായിരുന്നു. എൻ്റെ നിരപരാധിത്വത്തിൻ്റെ താക്കോൽ നിന്റെ കയ്യിലാണ്. അതാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. പറയൂ, ഇത്തരമൊരു ക്രൂര ശകാരത്തിന് അർഹമാകാൻ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങളൊരു വില്ലനാണ്. നിങ്ങളുടെ തെറ്റ് ഞാൻ രഹസ്യമാക്കി വെച്ചു. അതിൻ്റെ കഷ്ടപ്പാടുകളും ഞാൻ ധാരാളം അനുഭവിച്ചു. ഒരിക്കൽ നിങ്ങൾ മാന്യനായിരുന്നു. എൻ്റെ അമ്മ നിങ്ങളെ സ്നേഹിച്ചു. അതിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആളാകെ മാറിയിരിക്കുന്നു. നിരപരാധിയാണെന്ന് നടിക്കാനും നിങ്ങൾ സ്വയം ചെയ്തതെന്താണെന്ന് എന്നോട് ചോദിക്കാനും നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുന്നു. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് പറയാൻ ഞാൻ അവളോട് കേണപേക്ഷിച്ചു. എന്നിൽ കോപം ഇരച്ചു കയറുകയായിരുന്നു. എന്നാൽ ഞാൻ അവളോട് കഥയുടെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. അവൾ എന്നെ ഒരിക്കൽ പോലും നോക്കുകയോ ഒരു വാക്ക് പോലും സംസാരിക്കുകയോ ചെയ്തില്ല. അവസാനത്തെ ചോദ്യമെന്ന നിലയിൽ വീണ്ടും ഞാൻ ചോദിച്ചു, പെയിൻ്റടയാളമുള്ള നിശാവസ്ത്രം റോസനെ നിനക്ക് കാണിച്ചു തന്നിരുന്നുവോ? ഞാനത് ചോദിച്ചപ്പോൾ അവൾ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. എൻ്റെ മുഖത്ത് കണ്ണുകളാൽ പരതിക്കൊണ്ട് അവൾ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? വളരെ പണിപ്പെട്ട് ഞാൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു, റേച്ചൽ, നീ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുമോ? എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോഴും നിരപരാധിയാണെന്ന് നടിക്കുന്നത്?
എന്നോട് ഈ റോസൻ്റെ കഥ പറയുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? അവൾ പൊട്ടിത്തെറിച്ചു. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഞാൻ റേച്ചലിന് നേരെ ആക്രോശിച്ചു. ഞാൻ ചന്ദ്രകാന്തം മോഷ്ടിച്ചതായി നീ സംശയിക്കുന്നു. എന്താണ് കാരണമെന്ന് പറയാമോ? അവളും അത്ര തന്നെ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു. ഹോ, പെരുങ്കള്ള, എനിക്ക് നിങ്ങളെ സംശയമില്ല. കാരണം നിങ്ങൾ ചന്ദ്രകാന്തം എടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങൾക്കിടയിൽ ഒരു നീണ്ട നിശബ്ദത പരന്നു. ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ഇക്കാര്യം റേച്ചലിനെ ബോധ്യപ്പെടുത്താൻ ഒരു വഴിയും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. റേച്ചൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ ചന്ദ്രകാന്തം മോഷ്ടിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നത് ഇതാദ്യമാണ്. ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ചന്ദ്രകാന്തം ഞാൻ എടുത്തതായി എനിക്കറിയില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. നിനക്കെന്നെ വിശ്വാസമില്ലേ? അവൾ എൻ്റെ വാക്കുകൾക്ക് ചെവി നൽകിയില്ല. ഒരിക്കൽ കൂടി ഞാൻ ശ്രമിച്ചു. റേച്ചൽ, നമ്മൾ രണ്ടുപേരും എന്തോ മിഥ്യാഭ്രമത്തിന് അടിമപ്പെട്ട് കഷ്ടപ്പെടുകയാണ്. സത്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ശ്രദ്ധയോടെ നാം പഠിക്കേണ്ടതുണ്ട്. നീ എന്നെ സഹായിക്കില്ലേ? അവൾ എൻ്റെ ചുമലിൽ തലവെച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നത് ഞാൻ കണ്ടു. നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് പോലെ ആശയുടെ രശ്മി കാണാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വീണ്ടും ശ്രമിച്ചു. അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല. പക്ഷേ നീ തനിച്ചാണ് ശ്രമിച്ചത്. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒത്തു ശ്രമിച്ചുകൂടെ? എനിക്ക് വേണ്ടിയെങ്കിലും. എൻ്റെ വാക്കുകൾ മരിച്ചു കിടന്ന അവളുടെ പ്രതീക്ഷകൾക്ക് ജീവൻ വെപ്പിച്ചു. അവൾ ഇക്കാര്യത്തിൽ താല്പര്യം മാത്രമല്ല, ഔദാര്യവും പ്രകടിപ്പിച്ചു. പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ കാലത്തിലേക്ക് കടന്നു. ചന്ദ്രകാന്തം മോഷണം പോയ രാത്രിയിൽ റേച്ചലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ലത്രേ. അവൾ സ്വീകരണ മുറിയിലേക്ക് ഒരു പുസ്തകമെടുക്കാൻ പോകുമ്പോഴാണ് ഞാൻ അവളുടെ മുറിയിലേക്ക് കടക്കുന്നത് അവൾ കണ്ടത്. എൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നു. എല്ലാ നിലയ്ക്കും സാധാരണ മട്ടിൽ എന്നെ കണ്ടാൽ തോന്നുമായിരുന്നു അത്രേ. മുറിയിലേക്ക് കടന്ന് ഞാൻ സ്വയം പരിശോധിച്ച് അലമാരയുടെ അടുത്തേക്ക് നടക്കുകയും വലിപ്പിൽ നിന്ന് ചന്ദ്രകാന്തം എടുക്കുകയും ചെയ്തെന്നാണ് റേച്ചൽ പറഞ്ഞത്. വാതിൽ തുറന്നിട്ടുകൊണ്ട് തന്നെ ഞാൻ മുറി വിട്ടു അത്രേ. ഞെട്ടിത്തെറിച്ചുപോയ റേച്ചൽ പുലർച്ചെ വരെ കാത്തിരുന്നു. പെനലോപ്പ് വന്നപ്പോഴാണ് രത്നം നഷ്ടപ്പെട്ട വിവരം പുറത്തറിയുന്നത്. ഞാൻ അസ്വസ്ഥനായി മുറിക്ക് ചുറ്റും നടന്നു. എൻ്റെ ഓർമ്മശക്തിയെ മൂടിയിരിക്കുന്ന അന്ധകാരം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ പറഞ്ഞ കഥയെക്കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവൾ ചോദിച്ചു. നിനക്കത് ഉടനെ തന്നെ എന്നോട് പറയാമായിരുന്നു, ഞാൻ പറഞ്ഞു. രോഷം പൂണ്ട് അവൾ പറഞ്ഞു. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നിശബ്ദത പാലിച്ചു. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിശബ്ദയായി സഹിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്ന്. ഞാൻ നുണ പറയുകയില്ല എന്ന് വിശ്വസിക്കാൻ അവൾ വിസമ്മതിച്ചു. പിന്നീട് അല്പനേരം നിശബ്ദയായിരുന്നു. ഞാൻ പോകാൻ നേരത്ത് അവൾ എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പണം ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചന്ദ്രകാന്തം എടുത്തതെന്ന് ഞാൻ കരുതി. രത്നം തിരിച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ കടം വീട്ടാൻ ഞാൻ പണമുണ്ടാക്കാമെന്ന് കാണിച്ച് ഒരു കുറിപ്പ് ഞാൻ എഴുതിയിരുന്നു. എനിക്കത് ഒരിക്കലും കിട്ടിയിട്ടില്ല. കാരണം ഞാനത് ചെയ്തിക്കളഞ്ഞു. മട്ടുപ്പാവിൽ വെച്ച് നിങ്ങൾക്ക് കുറ്റസമ്മതം നടത്താൻ ഞാനൊരു അവസരം തന്നു. നിങ്ങളത് ചെയ്തില്ല. ഇന്നും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, നിരപരാധിയാണെന്ന് ഭാവിച്ച്. എൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് അവളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്നും നീ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അറിയാൻ ഒരു ദിവസം നിനക്കിടവരും. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ഓ ഫ്രാങ്ക്ലിൻ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. നിങ്ങളും എനിക്ക് മാപ്പ് തരണം. പക്ഷേ എനിക്ക് സംസാരിക്കാൻ ത്രാണിയില്ലായിരുന്നു. ഞാൻ മെല്ലെ കൈകൾ വീശി. എൻ്റെ നിറഞ്ഞ കണ്ണിലൂടെ അവളെ അവ്യക്തമായി കണ്ട് ഞാൻ സ്ഥലം വിട്ടു. അന്ന് വൈകിട്ട് ഞാൻ വക്കീൽ ബ്രഫിനെ കണ്ടപ്പോൾ അദ്ദേഹം ദുഃഖത്തിലായിരുന്നു. അദ്ദേഹം നിശബ്ദനായിട്ടാണ് എനിക്ക് കൈകൾ തന്നത്. നമ്മുടെ പരീക്ഷണം പരാജയപ്പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് ശരിയാണെന്ന് ബ്രഫ് സമ്മതിച്ചു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് റേച്ചലിനേറ്റ കടുത്ത ഷോക്കായിരുന്നു. ശപിക്കപ്പെട്ട ആ ചന്ദ്രകാന്തം മൂലമല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു. അതെ, തീർച്ചയായും, ഞാൻ പറഞ്ഞു.
ചന്ദ്രകാന്തം ലൂക്കറിന് പണയം വെച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിനാൽ ആരാണത് പണയം വെച്ചിരിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചന്ദ്രകാന്തം ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല, അത് ബാങ്കിലാണ്. ചന്ദ്രകാന്തം മോഷണം പോയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ചന്ദ്രകാന്തം പണയം വെച്ചയാൾ അത് വീണ്ടെടുക്കാൻ വരുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ രത്നമെടുക്കാനായി ലൂക്കർ ബാങ്കിൽ പോകും. ലൂക്കറുടെ നീക്കങ്ങൾ വീക്ഷിക്കാനായി ബാങ്കിനെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കാൻ ഞാൻ പദ്ധതിയിടുന്നുണ്ട്. രത്നം അയാൾ ആർക്കാണ് കൈമാറുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതൊരു നല്ല ആശയമായിരുന്നു. തൻ്റെ ആശയത്തേക്കാൾ ഉപരി അത് മർത്ത് ആശയമായിരുന്നെന്ന് പ്രഭു പറഞ്ഞു. ഇന്ത്യക്കാരും രത്നത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അവർ ഇതിൽ അവസാനം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഭു പറഞ്ഞു. പക്ഷേ അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. ആരാണിത് പണയം വെച്ചതെന്ന് മാത്രമാണ് നമുക്ക് പ്രധാനമായും കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ മാന്യതയ്ക്ക് ഒരു പോറലും ഏൽക്കില്ല. ബ്രഫിൻ്റെ പദ്ധതി നൂതനവും ധീരവുമായിരുന്നു. പക്ഷേ അതിന് ക്ഷമ ആവശ്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷമ പാലിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. അതിനാൽ ഞാൻ മറ്റ് പല മാർഗങ്ങളും ആലോചിച്ചുകൊണ്ടിരുന്നു. പെൻഷൻ പറ്റിയ സാർജൻറ്റ് കഫിനെ കാണാൻ ഞാൻ ഡോർക്കിങ്ങിലേക്ക് പോയി. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നറിയുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹം പുറത്തു പോയിരിക്കുകയായിരുന്നു. എപ്പോൾ മടങ്ങി വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ നിരാശനായി മടങ്ങി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. ഗബ്രിയലിൻ്റെ കത്തിൽ ഡോക്ടർ കാൻഡി എന്നെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവല്ലോ. ഡോക്ടർ നൽകുന്ന വിവരം ചന്ദ്രകാന്തം കേസന്വേഷണത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആദ്യത്തെ ട്രെയിനിന് തന്നെ യോർക്ക്ഷയറിലേക്ക് പുറപ്പെട്ടു. ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഗബ്രിയേലിന് ഒരു സന്ദേശം അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന് എന്നെ കാണണമെന്നായിരുന്നു ആ നിർദ്ദേശം. ഡോക്ടറുടെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ മുറിയിൽ കാത്തിരുന്നു. ഡോക്ടർ കാൻഡി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മാറിയിരിക്കുന്നതായി ഞാൻ കണ്ടു. ജന്മദിനാഘോഷത്തിൻ്റെ അന്നത്തെ രാത്രിയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചു. നഷ്ടപ്പെട്ട ചന്ദ്രകാന്തത്തെക്കുറിച്ചും എന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഗബ്രിയേലിന് അയച്ച സന്ദേശത്തെക്കുറിച്ചും ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ ശൂന്യദൃഷ്ടിയോടെ നോക്കിയതേയുള്ളൂ. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തകരാറിലായിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടുക അസാധ്യമാണെന്ന് കണ്ടപ്പോൾ ഞാൻ സ്ഥലം വിട്ടു. വഴിമധ്യേ ഞാൻ ഡോക്ടർ കാൻഡിയുടെ അസിസ്റ്റൻ്റായ ജെന്നിങ്സിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ മനോഭാവം അനുഭാവപൂർണ്ണമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു ദൂരം നടന്നു. ഡോക്ടർ കാൻഡിയുടെ രോഗത്തെക്കുറിച്ചുള്ള ഗുരുതരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ജന്മദിന പാർട്ടിയുടെ അന്ന് മുതൽക്കാണത്രേ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചത്. ഡോക്ടർ കാൻഡി ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമാണ്. അദ്ദേഹം എന്നോട് എന്തോ പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശരിയായിരുന്നില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി കുഴഞ്ഞു മറിഞ്ഞതാണ്. ചിലപ്പോൾ അദ്ദേഹം അവ്യക്തമായി ഓർക്കുന്നു, ചിലപ്പോൾ ചെറുതായും. മറ്റ് സമയങ്ങളിൽ ഡോക്ടർക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടാകില്ല. കാര്യം വളരെ പരിതാപകരമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് ആഘാതമായി അനുഭവപ്പെട്ടു. സംസാരത്തിൻ്റെ രീതിയിൽ നിന്ന് എസ്ര ജെന്നിങ്സ് ഒരു മാന്യനാണെന്ന് ഞാൻ അനുമാനിച്ചു. കാര്യങ്ങൾ തുറന്നു പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി. ഡോക്ടർ കാൻഡിക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ കണ്ടുപിടിക്കുന്നതിൽ എനിക്ക് അതിയായി താല്പര്യമുണ്ട്. നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? ഞാൻ ചോദിച്ചു. ഡോക്ടർ കാൻഡിയുടെ ഓർമ്മശക്തി ഒട്ടും ആശാപൂർണമല്ല. എന്നാൽ നിങ്ങൾക്കാവശ്യമായ ചില വിവരങ്ങൾ എനിക്ക് നൽകാൻ കഴിയും. അതെങ്ങനെ സാധ്യമാകും? റേച്ചലിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് രാത്രി ഡോക്ടർ കാൻഡി വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. അദ്ദേഹം മഴയിൽ മുങ്ങിക്കുളിച്ചു. പിന്നീട് കുറേ നാൾ സുഖമില്ലാതെ കിടന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സ്ഥിരമായി ഉണ്ടായിരുന്നു. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാനൊരു ഗ്രന്ഥം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കിടക്കയ്ക്കരികിലിരുന്ന് അദ്ദേഹം സ്വബോധമില്ലാതെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് ഹാൻഡിൽ കുറിച്ചെടുക്കുക പതിവായിരുന്നു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ ആകാംക്ഷപൂർവ്വം പറഞ്ഞു. ഷോർട്ട് ഹാൻഡിൽ കുറിച്ച കാര്യങ്ങൾ പിന്നീട് പുസ്തകത്തിലേക്ക് പകർത്തുമ്പോൾ അപൂർണമായ ഭാഗങ്ങൾ ഞാൻ പൂരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു.
ഏതെങ്കിലും സന്ദർഭത്തിൽ അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞിരുന്നുവോ? അതെ, ഒരു രാത്രി മുഴുവൻ ഡോക്ടർ കാൻഡി അദ്ദേഹം നിങ്ങളും തമ്മിലുള്ള ഏതോ കാര്യത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരുന്നു. ഞാനത് കടലാസിലേക്ക് പകർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പൂർത്തിയാക്കാൻ അവിടെയും ഇവിടെയുമായി ചില വാക്കുകൾ എനിക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടായിരുന്നു. ഡോക്ടർ കാൻഡി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഭാവനയിൽ ചെയ്യാനിരിക്കുന്നതുമായ ചില പദ്ധതികളെക്കുറിച്ചുള്ളതായിരുന്നു അത്. പക്ഷേ അസുഖം അദ്ദേഹത്തിന് പ്രതിബന്ധമായി തീർന്നു. ഒരുപക്ഷെ ഇതിനായിരിക്കണം നിങ്ങളെ കാണണമെന്ന് ഡോക്ടർ ആഗ്രഹം പ്രകടിപ്പിച്ചത്. നിങ്ങൾ കുറിച്ചെടുത്ത ആ കടലാസ് എനിക്ക് ഉടനെ തന്നെ ഒന്ന് കാണണം. പക്ഷേ ഒരു രോഗി അബോധാവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു അപരിചിതന് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യണമെങ്കിൽ വേണ്ടത്ര അടിസ്ഥാനമുണ്ടായിരിക്കണം. കൂട്ടത്തിൽ ചോദിക്കട്ടെ, ഈ കടലാസിലെ കുറിപ്പിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം? ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. ചന്ദ്രകാന്ത മോഷണക്കേസിൽ എന്നെ സംശയിക്കുന്നുവെന്ന് എസ്ര ജെന്നിങ്സിനോട് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഡോക്ടർ കാൻഡി തൻ്റെ രോഗാവസ്ഥയിൽ ചന്ദ്രകാന്തത്തെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി പിരിയേണ്ട സമയമായി. വീണ്ടും ഒരു സന്ദർഭം ഇനി കിട്ടണമെന്നില്ല. എല്ലാ കാര്യങ്ങളും ജെന്നിങ്സിനോട് തുറന്നു പറയുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇന്നേ വരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു. അത് വേദനാജനകമായിരുന്നെങ്കിലും മറ്റു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ മുറിയിൽ പോയി ചന്ദ്രകാന്തം എടുത്തു എന്നതിൽ സംശയമില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എനിക്കതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയുമില്ല എന്നുള്ളതാണ്. എസ്ര ജെന്നിങ്സ് എൻ്റെ വിവരണം കേട്ടപ്പോൾ ആകാംക്ഷയായി. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിൽക്കൂ, എനിക്കൊരു കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ കറുപ്പ് കഴിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ചന്ദ്രകാന്ത മോഷണം നടന്ന അന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഉറക്കം ശരിയായിരുന്നില്ല അല്ലേ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. അന്ന് രാത്രി മിക്കവാറും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജന്മദിനത്തിൻ്റെ അന്നോ? സുഖമായി ഉറങ്ങിയതായി ഞാൻ ഓർക്കുന്നു. ജെന്നിങ്സിൻ്റെ മുഖത്ത് ഗൗരവം വന്നു. അദ്ദേഹം പറഞ്ഞു, ഫ്രാങ്ക്ലിൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായൊരു സംഭവമാണ്. ഡോക്ടർ കാൻഡി നിങ്ങളോട് ഇന്ന് രാവിലെ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്തായിരുന്നുവെന്ന് എനിക്കിപ്പോൾ വളരെ വ്യക്തമായി പറയാൻ കഴിയും. നിങ്ങൾ മുറിയിൽ പ്രവേശിച്ചതും ചന്ദ്രകാന്തം എടുത്തതും അബോധാവസ്ഥയിലായിരുന്നെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ചിന്തിക്കാൻ അല്പം സമയം തരൂ. എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടും. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദയവായി പറയൂ. ഞാൻ അക്ഷമയോടെ പറഞ്ഞു. എങ്കിൽ ഞാൻ പറയട്ടെ. നിങ്ങൾ ഒരിക്കലും കറുപ്പ് രുചിച്ചു നോക്കിയിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞത് സത്യം തന്നെയാണോ? അതെ, വളരെ സത്യമാണ്. ഫ്രാങ്ക്ലിൻ, ഞാൻ തുറന്ന് സംസാരിക്കുന്നതിൽ വിഷമം വിചാരിക്കരുത്. പാർട്ടി നടന്ന അന്ന് രാത്രി നിങ്ങൾ ഡോക്ടർ കാൻഡിയുമായി ഒരു തർക്കം നടത്തിയില്ലേ? അദ്ദേഹത്തിൻ്റെ തൊഴിലിന് പ്രതികൂലമായി നിങ്ങൾ ചിലത് സംസാരിച്ചില്ലേ? ഞാൻ എൻ്റെ മനസ്സിനെ അന്നത്തെ ആ രാത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ചില മങ്ങിയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഔഷധശാസ്ത്രത്തിനെതിരെ ഞാൻ രൂക്ഷമായി സംസാരിച്ചത് ഡോക്ടർ കാൻഡിയെ പ്രകോപിതനാക്കിയിരുന്നു. അവസാനം ഇളയമ്മ ജൂലിയ പ്രഭി ഇടപെട്ടാണ് തർക്കം അവസാനിപ്പിച്ചത്. ഒരു ചോദ്യം കൂടി. ചന്ദ്രകാന്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേക ഉത്കണ്ഠ തോന്നിയിരുന്നുവോ? അതെ, അത് മോഷ്ടിക്കാനുള്ളൊരു ഗൂഢാലോചന നടന്നിരുന്നതായി എനിക്കറിയാമായിരുന്നു. റേച്ചലിനെയും ചന്ദ്രകാന്തത്തെയും സംരക്ഷിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി നിങ്ങൾ ചന്ദ്രകാന്തത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നുവോ? പരാമർശം മാത്രം. ഇളയമ്മയും മകളും സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ ചന്ദ്രകാന്തത്തിൻ്റെ പ്രശ്നവും ഉയർന്നു വന്നു. ശരി ഫ്രാങ്ക്ലിൻ, ഇനി നിങ്ങൾക്ക് ഈ കടലാസിലെ കുറിപ്പുകൾ വായിക്കാം. നിങ്ങളുടെ അറിവ് കൂടാതെ ഡോക്ടർ കാൻഡി നിങ്ങളെ കറുപ്പ് തെറ്റിച്ചു. ഒരു മയക്കാവസ്ഥയിൽ നിങ്ങൾ ചന്ദ്രകാന്തം എടുക്കുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. എൻ്റെ ആശ്ചര്യത്തിന് അതിരില്ലായിരുന്നു. ജെന്നിങ്സ് ഒരു അപേക്ഷ എന്ന പോലെ പറഞ്ഞു, ഡോക്ടർ കാൻഡിക്ക് മാപ്പ് നൽകൂ. നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തെ സ്തബ്ധനാക്കി കളഞ്ഞിരുന്നു. അദ്ദേഹത്തിന് സുഖമുണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അക്കാര്യം നിങ്ങളോട് പറയുമായിരുന്നു. എനിക്ക് ഡോക്ടറോട് ഒരു വെറുപ്പും തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നു.
പക്ഷേ അദ്ദേഹം വരുത്തിവെച്ച കുഴപ്പങ്ങൾ മറക്കാൻ എനിക്ക് കഴിയില്ല. കറുപ്പ് എന്ന മയക്കുമരുന്നിനെക്കുറിച്ചുള്ള എൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കടലാസിലെ കുറിപ്പ് തെളിവായി സ്വീകരിക്കാമോ? കഴിയില്ല. തെളിവെന്ന നിലയിൽ ഇത് തീർത്തും പ്രയോജനരഹിതമാണ്. ചില അസാധാരണമായ സാഹചര്യത്തിലാണ് ഞാൻ ഈ കുറിപ്പെടുത്തത്. പിന്നീട് ഞാനത് കടലാസിലേക്ക് പകർത്തുകയായിരുന്നു. അതിൽ എന്തും കൃത്രിമം കാണിക്കാവുന്നതേ ഉള്ളൂ. അതിനാൽ നമുക്ക് ലോകത്തിനു മുന്നിൽ മറ്റൊരു തെളിവാണ് നിരത്താനുള്ളത്. നിങ്ങൾ ഒരു ധീര പരീക്ഷണം നടത്താൻ സന്നദ്ധനാണോ? എന്നെ ചുറ്റിപ്പറ്റിയുള്ള സംശയം മാറ്റാൻ അത് പര്യാപ്തമാണെങ്കിൽ ഞാൻ അതിനും സന്നദ്ധനാണ്. എൻ്റെ പദ്ധതി ഇതാണ്. ചന്ദ്രകാന്ത മോഷ്ടിച്ച രംഗം നിങ്ങൾ ആവർത്തിക്കും. വിശ്വസ്തരായ സാക്ഷികളും ഉണ്ടായിരിക്കും. ഞാൻ മനസ്സിലാകാത്തതുപോലെ ജെന്നിങ്സിനെ നോക്കി. അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ കൊല്ലത്തെ ജന്മനാളിൻ്റെ അതേ സാഹചര്യങ്ങൾ നമ്മൾ വീണ്ടും സൃഷ്ടിക്കുന്നു. നിങ്ങൾ ചന്ദ്രകാന്തം എടുത്തുവെങ്കിലും നിങ്ങൾ ധാർമ്മികമായി അതിന് ഉത്തരവാദിയല്ലെന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ജെന്നിങ്സ് പറഞ്ഞതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നെ മറ്റൊരു സംഗതി അലട്ടിക്കൊണ്ടിരുന്നു. രത്നം ഞാൻ എടുത്തെങ്കിൽ പിന്നെ അതെങ്ങനെ ലണ്ടനിലെത്തി? ഞാൻ ചോദിച്ചു. അത് നിങ്ങളുടെ കിടപ്പുമുറിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലത് സാധ്യമാണോ? ചന്ദ്രകാന്തം ലണ്ടനിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? വക്കീൽ ബ്രഫ് അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയിച്ചു. ലണ്ടനിൽ ചന്ദ്രകാന്തത്തെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സാഹചര്യങ്ങളും വിശദമായി തന്നെ ഞാൻ ജെന്നിങ്സിനോട് പറഞ്ഞു. ആത്മവിശ്വാസ കുറവോടെയാണെങ്കിലും ശക്തമായ ഭാഷയിലാണ് ജെന്നിങ്സ് പറഞ്ഞത്. എല്ലാം ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രകാന്തം ലണ്ടനിലുള്ളതായോ ലൂക്രുടെ കൈവശമുള്ളതായോ ആരും യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ചന്ദ്രകാന്തത്തെക്കുറിച്ച് ഒരിക്കലും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലെന്ന് ലൂക്കർ പറഞ്ഞത് സത്യമായിരിക്കാൻ ഇടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഉറങ്ങിയ അതേ കിടപ്പുമുറിയിൽ തന്നെ ചന്ദ്രകാന്തം ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വാദമുഖം എന്നെ തൃപ്തനാക്കി. ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് ഞാൻ വക്കീൽ ബ്രഫിനെ എഴുതി അറിയിക്കേണ്ടതുണ്ടോ എന്ന് ജെന്നിങ്സിനോട് ആരാഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു. ജെന്നിങ്സ് പറഞ്ഞു, നമ്മുടെ പരീക്ഷണത്തിലെ ആദ്യഘട്ടം ഈ നിമിഷം മുതൽ നിങ്ങൾ പുകവലി ഉപേക്ഷിക്കുക എന്താണ്. ഞാനത് സമ്മതിച്ചു. ജൂലിയ പ്രഭയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നുവോ അതിനോട് സാദൃശ്യമുള്ളതായിരിക്കണം ഇപ്പോഴത്തെ അന്തരീക്ഷവുമെന്ന് ജെന്നിങ്സ് അഭിപ്രായപ്പെട്ടു. പക്ഷേ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നതായി ഞാൻ പറഞ്ഞു. ഇളയമ്മ മരിച്ചു. റേച്ചൽ വളരെ അകലെയാണ് താമസിക്കുന്നത്. ഗോഡ്ഫ്രേ വിദേശ സഞ്ചാരത്തിലാണ്. എന്നാൽ ജെന്നിങ്സ് പിന്തിരിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മുമ്പത്തെ അതേ സാഹചര്യങ്ങൾ തന്നെ നിങ്ങളെ വലയം ചെയ്യണമെന്ന് നിർബന്ധമാണ്. നിങ്ങൾ അതേ മുറിയിൽ തന്നെ ഉറങ്ങണം. മാത്രമല്ല ആ മുറി കഴിഞ്ഞ വർഷം അതേ അവസ്ഥയിൽ തന്നെ സംവിധാനം ചെയ്യുകയും വേണം. ഇതിനെല്ലാം നമുക്ക് റേച്ചലിൻ്റെ അനുമതി ആവശ്യമാണ്. എനിക്ക് അവളോട് ചോദിക്കാൻ കഴിയില്ല. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകും. എന്നാൽ ഞാൻ അവൾക്ക് എഴുതാം. നിങ്ങൾ നേരത്തെ എന്നോട് വിവരിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് റേച്ചലായിരിക്കും. റേച്ചലിന് എഴുതാമെന്ന് ജെന്നിങ്സ് ഏറ്റപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അദ്ദേഹത്തെ എൻ്റെ അഗാധമായി നന്ദി അറിയിച്ചു. അദ്ദേഹം മൗനമായി എൻ്റെ കൈകളിൽ അമർത്തി. ഞങ്ങൾ പരസ്പരം പിരിഞ്ഞു. എസ്ര ജെന്നിങ്സ് പറഞ്ഞത്. ജൂലിയ പ്രഭയുടെ കുടുംബ ഡോക്ടറായ ഡോക്ടർ കാൻഡിയുടെ അസിസ്റ്റൻ്റാണ് ഞാൻ. കഴിഞ്ഞ 10 ദിവസങ്ങളായി ഞാൻ ഡയറിയിൽ കുറിച്ചിട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കറുപ്പ് പരീക്ഷണം എങ്ങനെയാണ് പര്യവസാനിച്ചതെന്ന് ഞാൻ ഈ കുറിപ്പുകളിൽ വിവരിക്കാം. 1849 ജൂൺ 15 ഞാൻ മിസ് റേച്ചലിന് കത്തെഴുതി ഇന്നത്തെ തപാലിൽ അയച്ചു. എല്ലാ കാര്യങ്ങളും വ്യക്തമായി ഞാൻ എഴുതിയിട്ടുണ്ട്. റേച്ചലിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഞാൻ അവളോട് കത്തിൽ ആവശ്യപ്പെട്ടു. ജൂൺ 16 വൈകിയാണ് ഞാൻ ഉറക്കമുണർന്നെഴുന്നേറ്റത്. ഞാൻ ഫ്രാങ്കിളിനെ കാണാൻ പോയി. ബിസ്ക്കറ്റും സോഡ ചേർത്ത ബ്രാൻഡിയും കൂട്ടി അദ്ദേഹം പ്രാതൽ കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി ശരിയായി ഉറങ്ങിയിട്ടില്ലെന്നും ഭക്ഷണത്തിനുള്ള രുചി നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു.
പരീക്ഷണത്തിൻ്റെ അന്ത്യഘട്ടം ആരംഭിക്കാൻ അദ്ദേഹത്തിന് ആകാംക്ഷയേറി. കഴിയുന്നതും വേഗത്തിൽ നമുക്കത് തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിന് നിങ്ങൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ തളർന്നു കഴിഞ്ഞാൽ പരീക്ഷണം പരാജയപ്പെടും. താൻ വക്കീൽ ബ്രഫിന് കത്തെഴുതിയിട്ടുണ്ടെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. മിസ് റേച്ചലിന് എഴുതിയ വിവരം ഞാനും അദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് ഞാൻ പതിവ് പോലെ രോഗികളെ സന്ദർശിക്കാനായി പോയി. ജൂൺ 17. റേച്ചലിൻ്റെ കത്ത് ഇന്ന് കിട്ടി. ആകർഷകമായ വിധത്തിലാണ് അവൾ എഴുതിയിരിക്കുന്നത്. എൻ്റെ കത്ത് വായിച്ച ശേഷം ഫ്രാങ്ക്ലിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് അവൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. അവളുടെ വീട് ഞങ്ങൾക്ക് പരീക്ഷണത്തിനായി വിട്ടുതരാൻ അവൾക്ക് സന്തോഷമാണത്രേ. പരീക്ഷണത്തിൽ എന്നെ സഹായിക്കാൻ അവൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇക്കാര്യം ഫ്രാങ്ക്ലിനെ അറിയിക്കരുതെന്ന് മാത്രം. ഈ പരീക്ഷണം ഫ്രാങ്ക്ലിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഫ്രാങ്ക്ലിനെ വിശ്വസിക്കുന്നതായി നേരിൽ പറയണമെന്ന് റേച്ചൽ ആഗ്രഹിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ റേച്ചലിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ വിജയ സാധ്യതയ്ക്ക് തടസ്സം വരുത്തിയേക്കാം. ഇതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫ്രാങ്ക്ലിനെ കണ്ടപ്പോൾ ഉറക്കമില്ലാത്ത രാത്രിയെക്കുറിച്ച് വീണ്ടും അദ്ദേഹം പരാതിപ്പെട്ടു. റേച്ചലിൻ്റെ മറുപടിയെക്കുറിച്ചറിയാൻ അദ്ദേഹത്തിന് കൗതുകമായിരുന്നു. എൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, വക്കീൽ ബ്രഫിൽ നിന്ന് ഇതേവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. വൈകിട്ട് 5 മണിയോടെ ഞാൻ റേച്ചലിൻ്റെ കത്തിന് മറുപടി എഴുതി. പരീക്ഷണ സമയത്ത് ഫ്രാങ്ക്ലിൻ തൻ്റെ കിടപ്പുമുറിയിൽ പോയ ശേഷം റേച്ചൽ രഹസ്യമായി ഇവിടെ എത്തണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അടുത്ത ദിവസം രാവിലെ റേച്ചൽ എനിക്ക് എഴുതിയ കത്തുകൾ ഫ്രാങ്ക്ലിന് കാണിച്ചു കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യാമല്ലോ. വീട് തുറന്ന് സജ്ജമാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് ഗബ്രിയേലിന് നാളെ തന്നെ നിർദ്ദേശം നൽകണമെന്ന കാര്യം ഞാൻ ഓർത്തു. ജൂൺ 18. 1 മണിക്ക് ഞാൻ ഫ്രാങ്ക്ലിൻ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഗബ്രിയേൽ അവിടെ സന്നിഹിതനായിരുന്നു. ഉറക്കത്തെക്കുറിച്ച് ഞാൻ ഫ്രാങ്ക്ലിനോട് ആരാഞ്ഞു. പതിവ് മറുപടിയും കിട്ടി. പിന്നീട് ഞാൻ ബ്രഫിൻ്റെ കത്തിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം മറുപടി എഴുതിയിരുന്നു. പക്ഷേ പരീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വിയോജിപ്പാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു, അതൊരു തരം വില കുറഞ്ഞ കൗശലമാണെന്നാണ് ബ്രഫിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല അത് തൻ്റെ കക്ഷിയായ റേച്ചലിൽ മോശമായ പ്രതികരണം ഉണ്ടാക്കാനും ഇടയായേക്കും. കത്തിൽ ചന്ദ്രകാന്തത്തെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. രത്നം ലൂക്കറുടെ കയ്യിൽ പണയത്തിലിരിക്കുകയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ബ്രഫ് എഴുതിയിരുന്നു. ആരാണ് ശരിയെന്ന് കാലത്തിന് മാത്രമേ പറയാൻ കഴിയൂ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ബ്രഫിന് എന്നിലും എൻ്റെ പദ്ധതിയിലും വിശ്വാസമില്ലെന്ന് വ്യക്തമായിരുന്നു. ഫ്രാങ്ക്ലിനെ ആ കത്ത് സ്വാധീനിച്ചുവോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ അത് തന്നിൽ ഒരു പ്രതികരണവും സൃഷ്ടിച്ചില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗബ്രിയേൽ ഞങ്ങളോടൊപ്പം ചേർന്നു. അദ്ദേഹം തൻ്റെ നോട്ട്ബുക്ക് കയ്യിലെടുത്തു. ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞുകൊടുത്തു. വീട് തുറന്ന് സജ്ജമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ കുറിച്ചെടുത്തു. എല്ലാ ഏർപ്പാടുകളും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ തക്ക പ്രാപ്തനാണ് ഗബ്രിയേൽ എന്ന കാര്യത്തിൽ എനിക്ക് ഒട്ടും സംശയമില്ല. പക്ഷേ അവിടം വിടുന്നതിന് മുമ്പായി എൻ്റെ പദ്ധതിയെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചു. എങ്കിലും തന്നെ കൊണ്ടാവുന്ന എല്ലാവിധ സഹായങ്ങൾക്കും അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായി. നമുക്ക് ഗബ്രിയേലിനെ ആശ്രയിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയം പ്രകടിപ്പിച്ചപ്പോൾ കുഴപ്പമില്ലെന്നായിരുന്നു ഫ്രാങ്ക്ലിൻ്റെ മറുപടി. ജൂൺ 19. രാവിലെ എനിക്ക് 2 കത്തുകൾ വന്നു. എൻ്റെ പദ്ധതിക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള മിസ് റേച്ചലിൻ്റെ കത്തായിരുന്നു അവയിലൊന്ന്. മറ്റൊന്ന് അവളുടെ രക്ഷകർത്താവായ ശ്രീമതി മെറിഡ്യൂവിൽ നിന്നായിരുന്നു. ആണുങ്ങൾ തിങ്ങി നിറഞ്ഞ ആ വീട്ടിലേക്ക് തൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു 19കാരിയെ തനിച്ചു വിടുന്നതിൽ മെറിഡ്യൂ വിസമ്മതം പ്രകടിപ്പിച്ചു. റേച്ചലിനെ യോർക്ക്ഷയറിലേക്ക് അനുധാവനം ചെയ്യാൻ തന്നെയും കൂടി അനുവദിക്കണമെന്ന് മെറിഡ്യൂ ആവശ്യപ്പെട്ടു. ഞാനത് നിരസിച്ചു. ജൂൺ 20. ഫ്രാങ്ക്ലിൻ അസ്വസ്ഥനായി തന്നെ തുടർന്നു. ഡോർക്കിങ്ങിൽ തന്നെ അന്വേഷിച്ചു വന്നിരുന്നത് എന്താവശ്യത്തിനായിരുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് സാർജന്റ് കഫിൻ്റെ കത്തുള്ളതായി ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ താൻ സൗജന്യ സേവനത്തിന് സന്നദ്ധനാണെന്ന് സാർജന്റ് എഴുതിയിരിക്കുന്നു. നമ്മളോടൊപ്പം പ്രവർത്തിക്കാൻ കഫിനെ ക്ഷണിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. ജൂൺ 21. ഫ്രാങ്ക്ലിൻ്റെ ആരോഗ്യനിലയൊഴികെ മറ്റൊന്നും തന്നെ കുഴപ്പമില്ല. എൻ്റെ ആഗ്രഹത്തിനെതിരാണെങ്കിലും
അദ്ദേഹത്തിന് അല്പം മരുന്ന് കൊടുക്കാതെ നിർവാഹമില്ല. ജൂൺ 22. ഫ്രാങ്കലിന് ഭേദപ്പെട്ടു. വീട് നാളെ ശനിയാഴ്ചത്തേക്ക് പരീക്ഷണ സജ്ജമാകും. 2 സ്ത്രീകളും തിങ്കളാഴ്ച എത്തിച്ചേരും. അതുവരെ ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വരും. മറ്റ് സാക്ഷികൾ ഗബ്രിയേൽ, വക്കീൽ ബ്രഫ്, സാർജന്റ് കഫ് എന്നിവരായിരിക്കും. ജൂൺ 23. ഫ്രാങ്കലിന് നല്ല സുഖമില്ല. പുകവലിക്കാനുള്ള പ്രേരണ അദ്ദേഹത്തിൽ വീണ്ടും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുറിയുടെ താക്കോൽ ഞാൻ കൈവശം വെച്ചു. പരീക്ഷണം കഴിയുന്നതുവരെ അതെൻ്റെ കയ്യിലിരിക്കും. ജൂൺ 24. ഫ്രാങ്കലിനും ഞാനും ദീർഘദൂരം യാത്ര ചെയ്തു. അദ്ദേഹം 2 മണിക്കൂർ ഉറങ്ങി. പരീക്ഷണം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ജൂൺ 25. ഇത് പരീക്ഷണത്തിൻ്റെ ദിവസം. ഞങ്ങൾ വീട്ടിലെത്തി. ഫ്രാങ്ക്ലിൻ പണ്ടത്തെ പോലെ ബില്യാർഡ്സ് മുറിയിലേക്ക് പോയി. മിസ് റേച്ചലും ശ്രീമതി മെറിഡ്യുവും ഉച്ചതിരിഞ്ഞുള്ള തീവണ്ടിക്ക് എത്തിച്ചേരും. അവരുടെ കൂട്ടിന് വക്കീൽ ബ്രഫും ഉണ്ടായിരിക്കും. സാർജന്റ് കഫിനെക്കുറിച്ച് വിവരമൊന്നും തന്നെയില്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ വന്ന് ഫ്രാങ്ക്ലിൻ എന്നെ അന്വേഷിച്ചതായി പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടി ഫ്രാങ്കലിന് ഏറെ ഇഷ്ടപ്പെട്ട വള്ളിപ്പടർപ്പിനടുത്തേക്ക് നടന്നു. പഴയ അനുഭൂതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു അത്. അപ്പോൾ 7 മണിയായിരിക്കുന്നു. ജന്മദിനത്തിൻ്റെ അന്ന് രാത്രി ഉണ്ടായിരുന്ന ഡിന്നറിൻ്റെ അതേ സമയം ഇത്തവണയും കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ ചന്ദ്രകാന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ഫ്രാങ്കലിൻ്റെ മനസ്സ് ആ വിഷയത്തെ സംബന്ധിച്ച ആശയങ്ങളെ കൊണ്ട് നിറച്ചു. 8:30 മണിയായപ്പോൾ ഡോക്ടർ കാൻഡി കറുപ്പെടുത്ത അലമാര ഞാൻ പരിശോധിച്ചു. ഇത്തവണ അല്പം കൂടി ഡോസ് കൂട്ടിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 10 മണിയോടെ ദൃക്സാക്ഷികളെല്ലാം എത്തിച്ചേർന്നു. 9 മണിക്ക് തന്നെ ഫ്രാങ്കലിനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുത്തിയിരുന്നു. വക്കീൽ ബ്രഫിനെ ഫ്രാങ്കലിൻ്റെ തൊട്ടടുത്ത മുറിയിലാക്കി. പരീക്ഷണത്തെക്കുറിച്ചുള്ള വിശ്വാസക്കുറവ് തൻ്റെ കത്തിലെന്ന പോലെ ബ്രഫിൻ്റെ മുഖത്തും പ്രകടമായിരുന്നു. റേച്ചലിൻ്റെ സാന്നിധ്യം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. പിന്നീട് ഞാൻ റേച്ചലിനെ കാണാൻ പോയി. ഞാൻ വാതിലിന് മുട്ടുന്നതിന് മുമ്പ് തന്നെ അവൾ ആകാംക്ഷയോടെ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് വന്ന് എന്നോട് സംസാരിച്ചു. എൻ്റെ കത്തുകൾ തന്നെ സന്തുഷ്ടയാക്കിയെന്ന് അവൾ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ എന്നോടുള്ള കടപ്പാട് പ്രകടമായിരുന്നു. റേച്ചലിൻ്റെ സൗന്ദര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവളുടെ സാന്നിധ്യത്തിൽ എനിക്ക് ലജ്ജ തോന്നി. ഫ്രാങ്ക്ലിൻ എവിടെയാണെന്നറിയാൻ അവൾ ആഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് ഉത്കണ്ഠ പ്രകടമായിരുന്നു. ഫ്രാങ്കലിനോടുള്ള പ്രേമത്തെക്കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിലെ തിക്തമായ അനുഭവത്തെക്കുറിച്ചും പ്രതീക്ഷാനിർഭരമായ നാളെക്കുറിച്ചുമെല്ലാം അവൾ ആവേശത്തോടെ എന്നാൽ സ്വകാര്യതയോടെ എന്നോട് പറഞ്ഞു. വീട്ടിലെ തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഫ്രാങ്ക്ലിൻ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. തന്നോടുള്ള പ്രേമത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഫ്രാങ്ക്ലിനിൽ ഞാൻ കണ്ടുവോ എന്ന് റേച്ചൽ ചോദിച്ചു. ഞാൻ അതെ എന്ന് മറുപടി നൽകി. റേച്ചലിൻ്റെ രക്ഷകർത്താവായ മെറിഡ്യു പരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് എന്നോട് അന്വേഷിച്ചു. എപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാവുക? എനിക്കൊരു മുന്നറിയിപ്പ് തരണേ. പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞെങ്കിലും അവർക്കത് ബോധ്യപ്പെട്ടില്ല. വാതിൽ തുറന്ന് ഗബ്രിയേൽ പെട്ടെന്ന് വന്നപ്പോൾ അതൊരു പൊട്ടിത്തെറിയാണെന്ന് കരുതി ആ സ്ത്രീ ഉറക്കെ നിലവിളിച്ചു. ഫ്രാങ്ക്ലിൻ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാനാണ് അദ്ദേഹം വന്നത്. അവിശ്വാസം തിളങ്ങുന്ന എൻ്റെ മുഖം കണ്ടപ്പോൾ ഗബ്രിയേൽ പറഞ്ഞു, ഞാനൊരു വൃദ്ധനാണ്. ഈ അവസാന കാലത്ത് നുണ പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്നിൽ നിന്ന് ദയവായി ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഫ്രാങ്കലിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം അദ്ദേഹം എന്നെ തിരക്കി വന്നാൽ പ്രശ്നമായി തീരും. എന്നോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ റേച്ചലിന് സഹതാപം തോന്നി. ഞാൻ റേച്ചലിനോട് പറഞ്ഞു, നാളെ രാവിലെയാണ് സ്ഫോടനം. മിസ്സിസ് മെറിഡ്യു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇക്കാര്യം അവരോട് പറഞ്ഞോളൂ. 11 മണിക്ക് ഫ്രാങ്കലിനെ അല്പം ഉറങ്ങാൻ അനുവദിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അല്പനേരം ചെലവഴിച്ചു. ഫ്രാങ്കലിന് ഞാൻ കറുപ്പ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രഫിനോടും ഗബ്രിയേലിനോടും ഒരു കർട്ടൻ്റെ പിന്നിൽ നിന്ന് രംഗം നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. തനിക്കും ഈ പരീക്ഷണത്തിൽ ഒരു പങ്ക് നൽകണമെന്ന് റേച്ചൽ എന്നോട് അഭ്യർത്ഥിച്ചു. മുറിയിലുണ്ടായിരിക്കാൻ ഞാൻ അവളോട് ആവശ്യപ്പെട്ടു. മുറിയുടെ വാതിൽ ചെറുതായി മാത്രം തുറന്നു വയ്ക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഫ്രാങ്കലിൻ്റെ കാലൊച്ച കേട്ടാൽ വെളിച്ചം കെടുത്തുകയും വേണം. ഞാൻ പറഞ്ഞു കൊടുത്ത നിർദ്ദേശങ്ങൾ അവൾ ആവർത്തിച്ചുറപ്പിച്ചു. ഭയമെല്ലാം മാറിയില്ലേ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. അതെ,
അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും സഹിക്കും, അവൾ പറഞ്ഞു. വക്കീൽ ബ്രഫിന് മടുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ കേസ് കെട്ട് തുറന്ന് വായന തുടർന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹകരണം ആവശ്യപ്പെട്ടു. മടിയോടെയാണെങ്കിലും അദ്ദേഹം സമ്മതിച്ചു. കറുപ്പിൻ്റെ മാത്രാണെന്ന് ഞാനത് റേച്ചലിന് കൈമാറി. അതിൻ്റെ 3 ഇരട്ടി വെള്ളം നിറയ്ക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളിലും തനിക്കൊരു പങ്ക് വേണമെന്ന് അവൾ ആഗ്രഹിച്ചു. എനിക്ക് അവളെ സഹായിക്കാൻ സന്തോഷമായിരുന്നു. പിന്നീട് ഞാൻ സ്ഫടിക കഷ്ണങ്ങളെടുത്ത് റേച്ചലിൻ്റെ കയ്യിലേൽപ്പിച്ചു. കഴിഞ്ഞ വർഷം അവൾ ചന്ദ്രകാന്തം വെച്ചിരുന്ന അതേ സ്ഥാനത്ത് തന്നെ സ്ഫടിക കഷ്ണങ്ങൾ വയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവളെ മുറിയിലേക്ക് പിന്തുടർന്നു. അലമാരുടെ അടുത്ത് ചെന്ന് വലിപ്പ് തുറന്ന് ചന്ദ്രകാന്തം ഇരുന്നിരുന്ന സ്ഥാനത്ത് അവൾ സ്ഫടിക കഷ്ണങ്ങൾ വെച്ചു. വക്കീൽ ബ്രഫ് സംശയദൃഷ്ടിയോടെയാണ് ഇതെല്ലാം വീക്ഷിച്ചത്. പദ്ധതിയുടെ മറ്റു ഘട്ടത്തിലെന്ന പോലെ ഇക്കാര്യത്തിലും അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. എന്നാൽ തുടക്കത്തിൽ അലംഭാവം കാണിച്ചിരുന്ന ഗബ്രിയേൽ അവസാനമാകുമ്പോഴേക്കും താൽപ്പര്യം കാണിച്ചു തുടങ്ങി. സംഭവങ്ങളുടെ നാടകീയമായ ഘടകങ്ങൾ അദ്ദേഹത്തെ ഇതിലേക്ക് ആകർഷിക്കുകയായിരുന്നു. മെഴുകുതിരി പിടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പിറുപിറുത്തു. അത് ശരിയായ സ്ഥാനം തന്നെയാണോ മിസ് റേച്ചൽ? ഫ്രാങ്ക്ലിൻ അസ്വസ്ഥനും ക്ഷുഭിതനുമായിരുന്നു. ഞാൻ കറുപ്പ് ഫ്രാങ്ക്ലിനെ കൊണ്ട് കഴിപ്പിക്കുന്നത് 2 സാക്ഷികൾ നിരീക്ഷിച്ചിരുന്നു. വിളക്ക് കത്തിച്ചുകൊണ്ട് ഉറങ്ങുന്ന സ്വഭാവമാണ് തനിക്കുള്ളതെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. താഴെ പോയി ശാന്തമായി കാത്തിരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ രാത്രിയിലെന്ന പോലെ ഇത്തവണയും മന്ദമായി മഴ പെയ്തുകൊണ്ടിരുന്നു. മരുന്ന് ഫ്രാങ്ക്ലിനിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ 1 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എത്ര സമയമെടുക്കുമെന്ന് ഫ്രാങ്ക്ലിൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത ഇല്ലാതാക്കാൻ ഞാൻ ചർച്ച മനഃപൂർവ്വം ചന്ദ്രകാന്തത്തിലേക്ക് തിരിച്ചു. താമസിയാതെ അദ്ദേഹം ചന്ദ്രകാന്തം എന്ന വിഷയത്തിൽ മുഴുകി ലയിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയെ ശമിപ്പിച്ചു. കറുപ്പ് അവസാനം അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഫ്രാങ്ക്ലിൻ്റെ മുഖം വിയർപ്പ് മുത്തുകൾ കൊണ്ട് നിറഞ്ഞു. വാക്യങ്ങൾ അപൂർണങ്ങളായി. ശബ്ദം പതറി. പിന്നീട് നീണ്ട നിശബ്ദതയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഫ്രാങ്ക്ലിൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് സ്വയം സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അതീവ താൽപ്പര്യം മൂലം ഞാൻ മറ്റ് 2 പുരുഷന്മാരെ പോലും മറന്നുപോയി. അവസാനം വക്കീൽ ബ്രഫും പരീക്ഷണ പദ്ധതിയിൽ തൽപരനായി. അദ്ദേഹത്തിൻ്റെ കേസുകെട്ടുകൾ തറയിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു. കർട്ടനിലൂടെ അദ്ദേഹം കൗതുകപൂർവ്വം എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ വയസ്സനായ ഗബ്രിയേലും പരീക്ഷണത്തിലെ സജീവ പങ്കാളിയായി. താനൊരു കാര്യസ്ഥനാണെന്ന കാര്യം ഒരു വേള അദ്ദേഹം മറന്നു. സംഭവവികാസങ്ങളുടെ വിശദാംശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു ഗബ്രിയേൽ. ഫ്രാങ്ക്ലിൻ തൻ്റെ മുറിയിൽ നിന്ന് ചലിക്കുകയാണെങ്കിൽ എല്ലാവരും ഷൂ അഴിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുടരണമെന്ന് ഞാൻ ആംഗ്യം കാണിച്ചു. എന്നാൽ 10 നിമിഷ നേരത്തേക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. പിന്നീട് പെട്ടെന്ന് കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനത് ബാങ്കിൽ നിന്ന് ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. അതിവിടെ സുരക്ഷിതമല്ല. ചന്ദ്രകാന്തത്തിൻ്റെ സുരക്ഷിതത്വമോർത്ത് ഫ്രാങ്ക്ലിൻ വീണ്ടും അസ്വസ്ഥനാകാൻ തുടങ്ങിയിരിക്കുന്നു. പരീക്ഷണം ഭംഗിയായി പുരോഗമിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനായി. എന്നിൽ ആകാംക്ഷ അടിച്ചു തല്ലിക്കയറിക്കൊണ്ടിരുന്നു. ഫ്രാങ്ക്ലിൻ പറഞ്ഞുകൊണ്ടിരുന്നു, ആ ഇന്ത്യക്കാർ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. എനിക്കത് ഉറപ്പാണ്. അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അല്പം ചുറ്റി നടന്ന് വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, അലമാരുടെ വലിപ്പടച്ചിട്ടില്ല. ആർക്കും അത് കൈക്കലാക്കാവുന്നതേ ഉള്ളൂ. അസ്വസ്ഥനായി എഴുന്നേറ്റ് അദ്ദേഹം അവിടെയും ഇവിടെയും നോക്കി. പിന്നീട് ഞങ്ങളെ നിരാശപ്പെടുത്തി അദ്ദേഹം കിടക്കയിൽ വീണ്ടും നീണ്ടു നിവർന്ന് കിടന്നു. എനിക്ക് ആകാംക്ഷ വർദ്ധിച്ചു. മരുന്നിൻ്റെ മാത്ര കൂടിപ്പോയെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം അഗാധ നിദ്രയിലാകുമോ എന്നതായിരുന്നു എൻ്റെ ആശങ്ക. ഈ കഷ്ടപ്പാടുകൾ സഹിച്ചതെല്ലാം വെറുതെയായി പോകുമോ എന്ന ചിന്ത എൻ്റെ മനസ്സിനലട്ടി. ഭാഗ്യം ഞങ്ങളെ തുണച്ചെന്ന് തോന്നുന്നു. പൊടുന്നനെ അദ്ദേഹം എഴുന്നേറ്റ് മെഴുകുതിരി കയ്യിലെടുത്ത് നടക്കാൻ തുടങ്ങി. മറ്റ് മെഴുകുതിരികളെല്ലാം ഞാൻ കെടുത്തി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ കാത്തിരുന്നു. കർട്ടന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുഴുവനായി കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. വെളിച്ചം കുറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ വരാന്തയിലോളം പിന്തുടർന്നു. 1 നിമിഷം പോലും മടിക്കാതെ അദ്ദേഹം സ്വീകരണ മുറി തുറന്ന് അകത്തേക്ക് കടന്നു.
അത് തുറന്നു തന്നെ കിടന്നു. അദ്ദേഹം മുറിയുടെ നടുവിലേക്ക് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. റേച്ചൽ കൃത്യസമയത്ത് തന്നെ വിളക്കുകൾ അണച്ചിരുന്നു. മെഴുകുതിരി വെളിച്ചവും കയ്യിലേന്തി അലമാരിയിരിക്കുന്ന മൂലയിലേക്ക് ഫ്രാങ്ക്ലിൻ നീങ്ങി. അദ്ദേഹം ഓരോ വലിപ്പും തുറന്ന് അവസാനം ശരിയായ വലിപ്പ് തന്നെ തുറന്നു. ഒരു നിമിഷം അതിലേക്ക് ഉറ്റുനോക്കി. സ്ഫടിക കഷ്ണം കയ്യിലെടുത്ത് മുറിയുടെ നടുവിലേക്ക് തിരിച്ചു നടന്നു. എന്നിട്ട് നിശ്ചലനായി നിന്നു. കഴിഞ്ഞ വർഷത്തെ ജന്മദിനത്തിൻ്റെ എന്ന പോലെ സംഭവവികാസങ്ങളെ അതേപടി കൃത്യമായി അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഫ്രാങ്ക്ലിൻ്റെ ഇതേവരെയുള്ള പ്രവർത്തികളെല്ലാം. അന്നേ ദിവസം അദ്ദേഹം ചന്ദ്രകാന്തം ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമോ എന്നറിയാനായി ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ ഫ്രാങ്ക്ലിൻ്റെ കണ്ണുകൾ ഉറക്കച്ചടവ് മൂലം ഏതാണ്ട് അടഞ്ഞ മട്ടിലാണ് ഞാൻ കണ്ടത്. കണ്ണിലെ പ്രകാശത്തിന് മങ്ങലേറ്റിയിരിക്കുന്നു. റേച്ചലിൻ്റെ നിയന്ത്രണം പൊട്ടിപ്പോകുമോ എന്ന നിലയിലായി. അവൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് സ്വയം പരിശോധിച്ചു. ബ്രഫും ഗബ്രിയേലും എന്നെ പ്രതീക്ഷയും നിരാശയും കലർന്ന മുഖഭാവത്തോടെ നോക്കി. ഫ്രാങ്ക്ലിൻ മുറിയുടെ നടുവിൽ തന്നെ നിലകൊണ്ടു. അപ്പോൾ സ്ഫടിക കഷ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. അദ്ദേഹം സ്ഫടികത്തുണ്ടിനെ ശൂന്യഭാവത്തോടെ ഉറ്റുനോക്കി മടങ്ങിപ്പോയി സോഫയിലേക്ക് ചാഞ്ഞു വീണു. പലതവണ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഒരു നിമിഷത്തിനുള്ളിൽ അദ്ദേഹം നിദ്രയിലേക്ക് വഴുതി വീണു. ഞങ്ങളുടെ പരീക്ഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ സമയം 1:30 മണിയായിരിക്കുന്നു. ഞങ്ങളെല്ലാവരും മുറിയിൽ പ്രവേശിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഉറക്കത്തിൽ ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊള്ളാമെന്ന് വാക്കുകൊടുത്തു. റേച്ചൽ ഒരു പുതപ്പ് കൊണ്ടുവന്ന് ഫ്രാങ്ക്ലിനെ സൗകര്യപ്രദമായി സോഫയിൽ കിടത്താൻ ആവശ്യപ്പെട്ടു. അതൊരു നല്ല ആശയമായിരുന്നു. 5 നിമിഷത്തിനുള്ളിൽ ഞങ്ങൾ ആ ജോലി നിർവഹിച്ചു. മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്ന മേശയ്ക്കരികിലേക്ക് എന്നോടൊപ്പം വരാൻ ഞാൻ എല്ലാവരോടും ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ പരീക്ഷണത്തിന് 2 വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത്, ഫ്രാങ്ക്ലിൻ ഈ മുറിയിൽ കടന്ന് ചന്ദ്രകാന്തം എടുത്തത് കറുപ്പിൻ്റെ ഉത്തേജനത്താലുള്ള അബോധാവസ്ഥ മൂലമായിരുന്നു എന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇക്കാര്യം ബോധ്യമായിരിക്കുന്നെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് അംഗീകരിച്ചു. അവരെന്നെ അഭിനന്ദിക്കാനും മടിച്ചില്ല. രണ്ടാമത്തെ ലക്ഷ്യം, ഫ്രാങ്ക്ലിൻ എവിടെയാണ് ചന്ദ്രകാന്തം ഒളിപ്പിച്ചു വെച്ചത് എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ യത്നത്തിൽ പരീക്ഷണം പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞു. ശേഷം സംഭവ വികാസങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി എല്ലാവരും അതിൽ ഒപ്പുവെച്ചു. എൻ്റെ പരീക്ഷണത്തിൻ്റെ തുടക്കത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ച വക്കീൽ ബ്രഫ് എന്നോട് ക്ഷമ ചോദിച്ചു. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഒട്ടും സംശയമില്ലാതെ ഞാൻ കേസ് തെളിയിച്ചതായി ബ്രഫ് പറഞ്ഞു. അദ്ദേഹം ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, ഞാനിപ്പോഴും ദൃഢമായി വിശ്വസിക്കുന്നത് ചന്ദ്രകാന്തം മിസ്റ്റർ ലൂക്കറുടെ കയ്യിൽ പണയത്തിലാണെന്നാണ്. ഈ മാസാവസാനം വരെ ബാങ്കിനെ നിരന്തരമായി നിരീക്ഷിക്കുന്നതിന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ലൂക്കർ ബാങ്കിൽ നിന്ന് ചന്ദ്രകാന്തം എടുത്ത് പണയം വെച്ച ആൾക്ക് തിരിച്ചു നൽകുകയാണെങ്കിൽ അയാളെ നമുക്ക് തിരിച്ചറിയാനാകും. അങ്ങനെ രഹസ്യം ചുരുളഴിയുകയും ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് യോജിച്ചു. ഞങ്ങൾ പരസ്പരം കൈകൾ കൊടുത്തുകൊണ്ട് പിരിഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം രാവിലെ ലണ്ടനിലേക്ക് യാത്രയായി. ഞാൻ സോഫയ്ക്കരികിൽ ചെന്ന് ഫ്രാങ്ക്ലിനെ നിരീക്ഷിച്ചു. നല്ല ഉറക്കത്തിലാണ് അദ്ദേഹം. കുറച്ചു കഴിഞ്ഞപ്പോൾ റേച്ചൽ വാതിലിനരികെ പ്രത്യക്ഷപ്പെട്ടു. എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ മുറിയിലിരുന്ന് അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ എന്നെ അനുവദിക്കുമോ? എനിക്ക് അപേക്ഷ നിരസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഫ്രാങ്ക്ലിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എഴുത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് അദ്ദേഹം ആദ്യമായി ഒന്ന് ചലിച്ചത്. ഫ്രാങ്ക്ലിൻ കണ്ണു തുറന്നാൽ ഉടനെ തന്നെ ആദ്യം കാണത്തക്ക രീതിയിലാണ് റേച്ചൽ ഇരുന്നിരുന്നത്. അവൾ തൻ്റെ മിഥ്യാധാരണകളെല്ലാം ഉടനടി മാറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. അവരെ 2 പേരെയും തനിച്ചു വിടുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. 11 മണിയായപ്പോഴേക്കും വീട് കാലിയായി. എല്ലാവരും സ്ഥലം വിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഏകാന്തവും സൗഹൃദരഹിതവുമായ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നി. അവരുമായി ഞാൻ പങ്കിട്ട ആഹ്ലാദഭരിതവും ആകാംക്ഷ നിർഭരവുമായ കാലയളവ് അവസാനിച്ചിരിക്കുന്നു. സന്തോഷകരമായൊരു സ്വപ്നത്തിൽ നിന്ന് ക്രൂരമായൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഞെട്ടി ഉണർന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. മിസ് റേച്ചൽ ഇനി ഇവിടെ തിരിച്ചെത്തുക അടുത്ത ശരത്കാലത്തിലായിരിക്കും, അവളുടെ വിവാഹത്തിന് വേണ്ടി. അവധിക്കാലത്ത് അവരുടെ വീട്ടിൽ ഒരു അതിഥിയായി താമസിക്കാൻ എന്നെ ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. ലണ്ടനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എന്നെ അറിയിക്കാമെന്ന് ഫ്രാങ്ക്ലിൻ വാക്ക് തന്നിട്ടുണ്ട്.
തങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷത്തിൻ്റെ വസന്തം വിടർത്തിയതിന് ആ യുവമിഥുനങ്ങൾ എന്നെ അവരുടെ കടപ്പാട് ഹൃദയപൂർവ്വം അറിയിച്ചു. കരുണാനിധിയായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പതിവ് ജോലിയിലേക്കും രോഗിയുടെ ലോകത്തിലേക്കും മടങ്ങട്ടെ. ഫ്രാങ്ക്ലിൻ വീണ്ടും. എസ്ര ജെന്നിങ്സ് പറഞ്ഞ കാര്യങ്ങളോട് കുറച്ച് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജൂൺ 26 രാവിലെ ഞാൻ ഉണർന്നപ്പോൾ കറുപ്പിൻ്റെ ലഹരിയിൽ ഞാൻ എന്താണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് നേരിയ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. റേച്ചലിനെ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടു. സംതൃപ്തവും സന്തോഷഭരിതവുമായിരുന്നു ആ കൂടിക്കാഴ്ച. ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പ്രാതൽ സമയത്ത് ബ്രഫ് തന്നോടൊത്ത് ലണ്ടനിലേക്ക് ചെല്ലാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. നിരീക്ഷണത്തിലുള്ള ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ഗുണം ലഭിക്കാതിരിക്കില്ല. ശ്രീമതി മെറിഡിയും റേച്ചലും ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു. എസ്ര ജെന്നിങ്സിനെ പിരിയുക എന്നത് സങ്കടകരമായിരുന്നു. എന്നാൽ അധികം വൈകാതെ ഞങ്ങൾ വീണ്ടും കാണുമെന്ന് പ്രത്യാശിച്ചു. ലണ്ടനിൽ വക്കീൽ ബ്രഫ് അസാധാരണ കണ്ണുകളുള്ള ഒരു പയ്യനെ കണ്ടുമുട്ടി. ബാങ്കിനെ നിരീക്ഷിക്കുന്നവരിൽ ഒരുവനായിരുന്നു അവൻ. അവനുമായി സംസാരിച്ച ശേഷം ബ്രഫ് ഒരു വാടക വണ്ടി വിളിച്ചു. 3 പേരും അതിൽ കയറി. 2 പോലീസുകാരുടെ അകമ്പടിയോടെ ലൂക്കർ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുവെന്നാണ് വാർത്ത. ചന്ദ്രകാന്തം എടുക്കാൻ വേണ്ടി അയാൾ ബാങ്കിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള പയ്യനെക്കുറിച്ച് ബ്രഫ് പറഞ്ഞു. അവൻ്റെ കണ്ണുകളുടെ പ്രത്യേകത കാരണം ഞങ്ങൾ അവനെ നെല്ലിക്ക എന്നർത്ഥമുള്ള ഗൂസ്ബെറി എന്നാണ് ഓഫീസിൽ വിളിക്കുന്നത്. അവൻ ഞങ്ങൾക്ക് വേണ്ടി സന്ദേശങ്ങൾ കൈമാറുന്നു. പക്ഷേ അവൻ വളരെ ബുദ്ധിമാനാണ്. ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ലൂക്കർ അകത്തേക്ക് പോയിട്ട് അരമണിക്കൂറായെന്ന് 2 പേർ വന്ന് ബ്രഫിനോട് പറഞ്ഞു. എങ്കിൽ നമുക്കതുവരെ കാത്തു നിൽക്കാമെന്ന് ബ്രഫ് അഭിപ്രായപ്പെട്ടു. ബാങ്കിലെ ജനത്തിരക്കിനിടയിൽ ഞാൻ ആ 3 ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അവരുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഇരുണ്ട നിറമുള്ള ഒരാളെ മാത്രമേ എനിക്ക് കണ്ടെത്താനായുള്ളൂ. ഉയരം കൂടിയ അയാൾക്ക് കറുത്ത താടിയുണ്ടായിരുന്നു. അയാളുടെ തൊപ്പിയും കൂട്ടുമെല്ലാം അയാളൊരു നാവികനാണെന്ന് തോന്നിപ്പിച്ചു. പെട്ടെന്ന് ലൂക്കർ പുറത്തു വരുന്നതായി ഗൂസ്ബെറി ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെയെല്ലാം ശ്രദ്ധ പെട്ടെന്ന് അയാളിലേക്ക് തിരിഞ്ഞു. 2 കാവൽ പോലീസുകാരും അപ്പോഴും അയാളോടൊപ്പം ഉണ്ടായിരുന്നു. ബ്രഫ് തൻ്റെ ആൾക്കാരോടും എന്നോടുമായി പറഞ്ഞു, അയാളെ നന്നായി നിരീക്ഷിക്കണം. അയാൾ ആർക്കെങ്കിലും ചന്ദ്രകാന്തം കൈമാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളത് ഈ ജനക്കൂട്ടത്തിൽ വെച്ച് തന്നെ ചെയ്യും. ഇവിടെ ആരും ആരെയും ശ്രദ്ധിക്കില്ല. ലൂക്കർ ഞങ്ങളെ കണ്ടില്ല. അയാൾ തടിച്ചു കുറുകിയ ഒരാളുടെ അരികിലൂടെ കടന്നുപോയി. അപ്പോൾ അയാളുടെ കൈകൾ ചലിച്ചു. പിന്നീട് അയാൾ കാവൽ പോലീസുകാരുടെയും ബ്രഫിൻ്റെയും ആൾക്കാരുടെയും മുന്നിലായി നടന്നു. ഞാൻ കണ്ടത് ബ്രഫും കണ്ടിരുന്നു. ഗൂസ്ബെറിയെയും മറ്റേയാളെയും ബ്രഫ് ചുറ്റുപാടും പരതി നോക്കി. ആവശ്യമായ സമയത്ത് ഇരുവരെയും കാണാതായപ്പോൾ ബ്രഫിന് നല്ല ദേഷ്യം വന്നു. നമുക്കയാളെ പിന്തുടരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? തടിച്ചു കുറുകിയ ആളെ ഞാൻ പിന്തുടരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അയാൾ ഒരു മിനി ബസ്സിൽ കയറി. പിന്നാലെ ഞങ്ങളും. അയാൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളും ഇറങ്ങി. ഞങ്ങൾ ഒരു മരുന്ന് കടയിൽ കയറി. ബ്രഫിൻ്റെ മുഖത്ത് ഭയം പ്രകടമായിരുന്നു. അദ്ദേഹം മരുന്ന് കടയുടെ അകത്തേക്ക് പോയി ഉടമസ്ഥനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം നിരാശനായി തിരിച്ചു വന്നു. ഞങ്ങൾ പിന്തുടർന്നയാൾ ആ കടയിൽ 30 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. തൻ്റെ യജമാൻ്റെ അക്കൗണ്ടിൽ അല്പം പണം നിക്ഷേപിക്കാനായിരുന്നു അയാളെ ബാങ്കിലേക്ക് അയച്ചത്. ഗൂസ്ബെറി എന്തെങ്കിലും വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് കരുതി ഞങ്ങൾ ബ്രഫിൻ്റെ ഓഫീസിലേക്ക് തിരിച്ചുപോയി. കുറേ നേരമായിട്ടും അവനെ കാണാതിരുന്നപ്പോൾ നമുക്ക് ഡിന്നർ കഴിച്ച ശേഷം അവനെ കാത്തിരിക്കാമെന്ന് ബ്രഫ് പറഞ്ഞു. അവൻ അവൻ്റേതായ വഴിക്ക് ആരെങ്കിലും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാകും. 1 മണിക്കൂർ കടന്നുപോയിട്ടും പയ്യൻ്റെ ലക്ഷണമൊന്നും തന്നെയില്ല. ഞങ്ങൾക്ക് പോകേണ്ട സമയമായി. ഗൂസ്ബെറിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ 10:30 മണിക്ക് വീട്ടിലുണ്ടാകുമെന്ന് കാണിച്ച് ഒരു കുറിപ്പ് കാവൽക്കാരൻ്റെ കയ്യിലേൽപ്പിച്ചു. അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചുക്കിച്ചുളിഞ്ഞൊരു കുറിപ്പ് എനിക്ക് കിട്ടി. ഉറക്കം വരുന്നത് മൂലം ഇന്ന് കാണാൻ പറ്റില്ലെന്നും നാളെ രാവിലെ 9-നും 10-നും ഇടയിൽ കാണാമെന്നും ഗൂസ്ബെറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ വാതിലിൽ മുട്ടുകേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗൂസ്ബെറി ആയിരിക്കുമെന്ന്. എന്നാലത് സാർജൻറ്റ് കഫായിരുന്നു. മുമ്പത്തെ അന്വേഷണത്തിൽ താനൊരു അമളി കാണിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ സൗജന്യമായി എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു.
ജൂലിയ പ്രഭയുടെ ഉദാരമായ ചെക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെയുണ്ട്. എസ്ര ജെന്നിങ്സിൻ്റെ പരീക്ഷണം തനിക്ക് ഇഷ്ടപ്പെട്ടതായി സാർജന്റ് പറഞ്ഞു. ചന്ദ്രകാന്തം നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി എന്നതിനോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ നിങ്ങളത് അവിടെ ഒളിപ്പിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പകരം അദ്ദേഹം എൻ്റെ കയ്യിൽ ഒട്ടിച്ചൊരു കവർ തന്നു. അതിൽ കുറ്റവാളിയുടെ പേരുണ്ടായിരുന്നു. സത്യം വെളിപ്പെട്ടാൽ മാത്രമേ ആ കവർ തുറന്ന് പേര് താരതമ്യം ചെയ്യാവൂ എന്ന് അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൂസ്ബറി വന്നു. ഒരു അപരിചിതൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇദ്ദേഹം പ്രശസ്തനായ സാർജന്റ് കഫല്ലാതെ മറ്റാരുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷമായി. സാർജന്റ് അവനോട് പല ചോദ്യങ്ങളും ചോദിച്ചു. തൻ്റെ യഥാർത്ഥ പേര് ഒക്ടേവിയസ് ആണെന്ന് പയ്യൻ പറഞ്ഞു. ഇന്നലെ ബാങ്കിൽ നിന്ന് വിട്ടതിന് ശേഷം അവൻ ഒരാളെ പിന്തുടർന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ആൾ തന്നെയായിരുന്നു അതും. കറുത്ത താടിയുള്ള നാവികൻ്റെ വസ്ത്രം ധരിച്ച ആൾ. ഇന്ത്യക്കാർ ഏർപ്പെടുത്തിയ ചാരനായിരിക്കാം അയാളെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. എന്തുകൊണ്ടാണ് നാവികനെ പിന്തുടർന്നതെന്ന് സർജൻ പയ്യനോട് ചോദിച്ചു. പയ്യൻ പറഞ്ഞു, ലൂക്കർ അയാൾക്ക് എന്തോ കൊടുക്കുന്നത് ഞാൻ കണ്ടു. സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ആരോടും ഇക്കാര്യം പറയാൻ കഴിഞ്ഞില്ല. പുറത്തു പോയ അയാളുടെ പിന്നാലെ ഞാൻ ഓടുകയായിരുന്നു. സാർജൻ പയ്യൻ്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ചു. ഗൂസ്ബറി, നിന്റെ ഈ ചെറിയ തലയ്ക്കകത്ത് സവിശേഷമായ എന്തോ ഉണ്ട്. നിന്റെ പരിശ്രമങ്ങളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. മഹാനായ കുറ്റാന്വേഷകന്റെ പ്രശംസയിൽ പയ്യൻ കോരിത്തരിച്ചു. ബാങ്കിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള നാവികന്റെ നീക്കങ്ങളെക്കുറിച്ച് പയ്യൻ സംസാരം തുടർന്നു. അയാൾ ഒരു വാടക വണ്ടി വിളിച്ച് യാത്രയായപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പിടിച്ചു തൂങ്ങി ഓടി. സാർജന്റ് കഫ് മറ്റൊരു ചോദ്യം ചോദിക്കാൻ ഒരുങ്ങവേ വക്കീൽ ബ്രഫിൻ്റെ പ്രധാന ഗുമസ്തൻ്റെ വരവ് സംഭാഷണത്തെ തടസ്സപ്പെടുത്തി. ബ്രഫ് സന്ധിവാതം മൂലം സുഖമില്ലാതെ കിടപ്പിലാണെന്ന് ഗുമസ്തൻ അറിയിച്ചു. നിർണായകമായ ഈ സമയത്ത് തന്നെ തനിച്ചു വിടേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്ന് ബ്രഫ് എനിക്കെഴുതിയ കുറിപ്പിലുണ്ടായിരുന്നു. സാർജന്റ് കഫ് എന്നോടൊപ്പമുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശുഭമായി പര്യവസാനിക്കുമെന്നൊരു സന്ദേശം ഞാൻ ബ്രഫിന് കൊടുത്തയച്ചു. ഗൂസ്ബറിയും എന്നോടൊപ്പമുണ്ടെന്നും വൈകുന്നേരത്തോടെ എല്ലാ വിവരങ്ങളും അറിയിക്കാമെന്നും ഞാൻ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇതിനകം സാർജന്റിൻ്റെ ചോദ്യങ്ങളും അവയ്ക്കുള്ള പയ്യൻ്റെ മറുപടിയും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. താമസം കൂടാതെ ഒരു വാടക വണ്ടി ഏർപ്പാടാക്കണമെന്ന് സാർജന്റ് പറഞ്ഞു. സാർജന്റ് ഗൂസ്ബറിയെ വീണ്ടും അഭിനന്ദിച്ചു. യാത്രാമധ്യേ ഗൂസ്ബറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാർജന്റ് എനിക്ക് വിവരിച്ചു തന്നു. നാവികനെ പിന്തുടർന്ന് പയ്യൻ കപ്പൽ തുറമുഖത്തെത്തി. സ്റ്റീം ബോട്ടിൽ ഒരു ബെർത്തിന് വേണ്ടി നാവികൻ ആവശ്യപ്പെട്ടെങ്കിലും അയാൾക്കത് ലഭിച്ചില്ല. അയാൾ പിന്നീട് ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ വെച്ച് ഗൂസ്ബറി ഒരു മെക്കാനിക്കിനെ കണ്ടു. ഈ മെക്കാനിക് നാവികനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു വാടക വണ്ടിയിൽ അവിടെ എത്തിയ ഇരുണ്ട മുഖമുള്ള ഒരാൾ വണ്ടിയിൽ നിന്ന് തല പുറത്തിട്ട് മെക്കാനിക്കിനോട് എന്തോ സംസാരിച്ച് അകന്നുപോയി. വിശപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പയ്യൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ സമയത്ത് നാവികനും മെക്കാനിക്കും ദിനപത്രം വായിക്കുകയായിരുന്നു. സന്ധ്യയായപ്പോൾ നാവികൻ ഹോട്ടൽ വിട്ടു. അതുപോലെ തന്നെ മെക്കാനിക്കും. ഗൂസ്ബറി അവരെ പിന്തുടർന്നു. അവർ ഭാഗ്യചക്ര എന്നൊരു ലോഡ്ജിലെത്തി. നാവികൻ ഒരു മുറി വാടകയ്ക്കെടുത്തു. 10 മുറിയുടെ നമ്പർ. മെക്കാനിക് ലോഡ്ജിനകത്ത് കടന്നെങ്കിലും ലോഡ്ജ് ഉടമ അയാളെ അവിടെ നിന്ന് പുറന്തള്ളി. മെക്കാനിക് അമിതമായി മദ്യപിച്ചിരുന്നതായി കാണപ്പെട്ടു. ഗൂസ്ബറി കുറച്ചുനേരം മെക്കാനിക്കിനെ പിന്തുടർന്ന് ഭാഗ്യചക്രത്തിലേക്ക് തിരിച്ചു വന്നു. പയ്യൻ ഓഫീസിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കവേ മെക്കാനിക്കിനെ റോഡിൻ്റെ മറുഭാഗത്ത് കണ്ടു. അപ്പോൾ അയാളുടെ ലഹരി പരിപൂർണമായി ഇറങ്ങിയിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് വിവരങ്ങൾ അറിയിക്കാനായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ഈ സംഭവങ്ങൾ എങ്ങനെയാണ് സാർജന്റ് വിലയിരുത്തുന്നതെന്ന് അദ്ദേഹത്തോട് ഞാൻ തുറന്നു ചോദിച്ചു. ഇന്ത്യക്കാരാണിതിന് പിന്നിലെന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞു. നാവികൻ്റെ കയ്യിൽ ചന്ദ്രകാന്തമുണ്ട്. ഇന്ത്യക്കാർ പണം കൊടുത്ത് ഏർപ്പാടാക്കിയ ആളാണ് മെക്കാനിക്ക്, സാർജന്റ് അനുമാനിച്ചു. ബാങ്കിൽ അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നുള്ളതുകൊണ്ട് ചന്ദ്രകാന്തത്തിൻ്റെ ഗതി പിന്തുടരാൻ ഇന്ത്യക്കാർ കൂലിക്കെടുത്ത ആളാണ് മെക്കാനിക്ക്. അയാൾ തൻ്റെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഭാഗ്യചക്രത്തിലെ 10 നമ്പർ മുറിയിലെത്തിയത്. മുറി വീക്ഷിച്ച് ഇന്ത്യക്കാർക്ക് വിവരമറിയിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. പയ്യൻ ഭാഗ്യചക്രം വിട്ട ശേഷം ചില കോളിളക്കമെല്ലാം അവിടെ സംഭവിച്ചിരിക്കണം. കഴിഞ്ഞ രാത്രി നമ്മൾ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു.
എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ ലോഡ്ജിലെത്തിയ സമയത്ത് അവിടെ എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. അവിടെ ജോലിക്കാരി തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ലോഡ്ജ് ഉടമയെ അന്വേഷിച്ചപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വന്നു. കാത്തു നിൽക്കാതെ സാർജന്റ് കഫ് ലോഡ്ജ് ഉടമയെ കാണാൻ ഞങ്ങളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ ആരാണെന്ന് കോപാകുലനായ ലോഡ്ജ് ഉടമയെ സാർജന്റ് അറിയിച്ചു. കെട്ടിട ഉടമ മാപ്പ് ചോദിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. നാവിക വസ്ത്രത്തിൽ കഴിഞ്ഞ രാത്രി ഇവിടെ താമസിച്ച ഒരാളാണ് കുഴപ്പങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ. രാവിലെ ഞങ്ങൾ അയാളെ വിളിച്ചെങ്കിലും മറുപടിയില്ലായിരുന്നു. അതിനാൽ വാതിൽ തുറക്കാൻ ആശാരിയോട് വരാൻ പറഞ്ഞ് ആളെ വിട്ടിട്ടുണ്ട്. സാർജന്റ് കഫിൻ്റെ മുഖത്ത് ഗൗരവം വന്നു. അദ്ദേഹം ഗൂസ്ബറിയോട് താഴെ പോയി ഞങ്ങളെ കാത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടു. ആശാരി വന്ന് ഉടനെ വാതിൽ തുറന്നു. വാതിലിനെതിരെ ചില ഫർണിച്ചറുകൾ കുന്നുകൂട്ടി വെച്ചിരുന്നു. ഞങ്ങൾ അവ തള്ളി നീക്കി അകത്തേക്ക് കടന്നു. മുഴുവനായി വസ്ത്രധാരണം ചെയ്ത ഒരാൾ കട്ടിലിൽ കിടന്നിരുന്നു. അയാളുടെ മുഖത്ത് ഒരു തലയണ അമർന്നു കിടന്നിരുന്നു. കെട്ടിട ഉടമ സംഭ്രാന്തനായി. എന്നാൽ സാർജന്റ് കഫിൻ്റെ ദീർഘാനുഭവത്തിൽ നിന്ന് അയാൾ മരിച്ചുവെന്ന് ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മെല്ലെ ചെന്ന് തലയണ മാറ്റി. ശൂന്യമായ കണ്ണുകൾ തുറിച്ച് ഉന്തി നിൽക്കുന്നു. ഭീകരമായ കാഴ്ച താങ്ങാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. ഞാൻ ജനലിനടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. അയാൾ മരിച്ചിരുന്നതായി വിശ്വസിക്കാൻ കെട്ടിട ഉടമയ്ക്ക് കഴിഞ്ഞില്ല. അയാൾ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണെന്നേ കെട്ടിട ഉടമയ്ക്ക് തോന്നിയുള്ളൂ. അയാൾ മരിച്ചിരുന്നതായി സാർജന്റ് കഫ് കെട്ടിട ഉടമയോട് തറപ്പിച്ച് പറഞ്ഞു. നിങ്ങൾ ഡോക്ടറെ ആളയച്ചു വരുത്തുകയാണ് നല്ലത്. മാത്രമല്ല ഉടനെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്യൂ. എൻ്റെ വസ്ത്രത്തിൽ ആരോ തട്ടിയതായി തോന്നിയപ്പോഴാണ് ജനാലയ്ക്കരികിൽ നിന്നിരുന്ന ഞാൻ പിന്തിരിഞ്ഞു നോക്കിയത്. മുറിയിലെ മൂലയിലെ മേശക്കരികിലേക്ക് വരാൻ സാർജന്റ് എന്നോട് പറഞ്ഞു. മേശമേൽ ഭംഗിയുള്ളൊരു കാലിച്ചിപ്പ് വെച്ചിരുന്നു. അതിനുള്ളിൽ ആഭരണക്കടയിലെ ചെറിയ പരുത്തി തുണിയും ബാങ്കിലൊരു കടലാസും ഉണ്ടായിരുന്നു. മിസ്റ്റർ ലൂക്കർ നിക്ഷേപിച്ച അമൂല്യമായൊരു രത്നമാണ് ചെപ്പിലുണ്ടായിരുന്നെന്ന് കടലാസിൽ നിന്ന് മനസ്സിലാക്കി. ഞങ്ങളുടെ മുന്നിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ കൈവശത്തിലായിരുന്നു ചന്ദ്രകാന്തം എന്ന് ഉറപ്പായും പറയാൻ തക്ക തെളിവുകൾ ഉണ്ടായിരുന്നു. ആശയക്കുഴപ്പത്തിലായ എന്നെ സാർജന്റ് കഫ് കിടക്കക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം പറഞ്ഞു, മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഈ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇയാളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇയാൾ വേഷപ്രച്ഛന്നനാണ്. എനിക്ക് കഴിയുന്നില്ല. ഞാൻ മുഖം തിരിച്ചു. എനിക്കത് താങ്ങാനുള്ള മനക്കരുത്തുണ്ടായില്ല. ഈ സമയം ഗൂസ്ബറി താഴെ നിന്ന് മുകളിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നു. അവൻ സാർജന്റ് കഫിനെ കൗതുകപൂർവ്വം നോക്കിക്കൊണ്ടിരുന്നു. സാർജന്റ് കഫ് ജഡത്തിൽ നിന്ന് കൃത്രിമ താടിയും കൃത്രിമ തലമുടിയും വലിച്ചു നീക്കി. ജഡത്തിൻ്റെ മുഖത്തിൽ പൂശിയിരുന്ന ചായം കഴുകിക്കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ ഏൽപ്പിച്ച മുദ്ര വെച്ച ആ കവറെടുത്ത് അതിൽ ഞാൻ എഴുതിയ കുറ്റവാളിയുടെ പേരൊന്ന് വായിക്കൂ. ഞാൻ ആ പേര് വായിച്ചു. അതെൻ്റെ ബന്ധു ഗോഡ്ഫ്രയുടെ പേരായിരുന്നു. പിന്നീടാണ് ഞാൻ ജഡത്തിൻ്റെ മുഖം ശ്രദ്ധിച്ചത്. സംശയമില്ല, ഇത് ഗോഡ്ഫ്രയുടെ മുഖം തന്നെ. ആശ്ചര്യം മൂലം എൻ്റെ നാവ് ഇറങ്ങിപ്പോയി. സാർജന്റ് കഫ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഫ്രാങ്കിളിന്, സർ, റിപ്പോർട്ട് അയക്കാൻ താമസിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ കൂടിക്കാഴ്ചയിൽ നിങ്ങൾ ഗോഡ്ഫ്രയെക്കുറിച്ച് ചോദിച്ച മിക്ക ചോദ്യങ്ങൾക്കും ഇനിയുള്ള പേജുകളിൽ ഞാൻ മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നും ജൂലിയ പ്രഭയുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോഴും അതിനു മുമ്പും അതിനുശേഷവും ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗോഡ്ഫ്രെ മരിച്ചത് ശ്വാസം മുട്ടിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലയണ മുഖത്തമർത്തി കൊല്ലുകയായിരുന്നു. ഇന്ത്യക്കാരാണ് അത് ചെയ്തതെന്നാണ് എൻ്റെ അനുമാനം. ചന്ദ്രകാന്തം വീണ്ടെടുക്കുക എന്നതായിരുന്നു കൊലപാതകത്തിൻ്റെ ലക്ഷ്യം. മേശമേൽ നമ്മൾ കണ്ടെത്തിയ ചെപ്പ് ചന്ദ്രകാന്തം വെച്ചിരുന്നതാണെന്ന് മിസ്റ്റർ ലൂക്കർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജൂൺ 26 ബാങ്കിൽ വെച്ച് താൻ ഗോഡ്ഫ്രേക്ക് നൽകിയ ചെപ്പാണതെന്ന് ലൂക്കർ സമ്മതിച്ചു. മുറി പരിശോധിച്ചപ്പോൾ കൊലപാതകം നടന്ന രീതി വെളിവായി. മുറിയുടെ മേൽത്തട്ടിൽ ഒരു കൃത്രിമ വാതിലുണ്ടായിരുന്നു. തുറന്നു കിടന്നിരുന്ന അതിലൂടെ ചെറിയൊരു കോണി ഇറക്കിയിരുന്നു. ബീറ്റ് പോലീസുകാർ ആ കെട്ടിടത്തിനരികിലൂടെ മണിക്കൂറിൽ 2 പ്രാവശ്യം മാത്രമേ കടന്നുപോയിരുന്നുള്ളൂ. അതിനാൽ കെട്ടിടത്തിന് മുകളിൽ കയറി കൃത്രിമവാതിലിലൂടെ മുറിയിലേക്ക് കടന്ന് മുറിയിലെ ആളെ കൊല്ലാനും ചന്ദ്രകാന്തം മോഷ്ടിക്കാനും ആർക്കും കഴിയുമായിരുന്നു. കൊലപാതകയെക്കുറിച്ച് ചില കാര്യങ്ങൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട്.
ചന്ദ്രകാന്തം ഏത് വിധേനയും വീണ്ടെടുക്കാൻ ഇന്ത്യക്കാർ പ്രതിജ്ഞാബദ്ധരായിരുന്നു. വണ്ടിയിൽ നിന്ന് തല പുറത്തേക്കിട്ട് മെക്കാനിക്കിനോട് സംസാരിച്ചിരുന്നതായി ഗൂസ്ബറി കണ്ട ആൾ ഇന്ത്യക്കാരിൽ ഒരാളായിരിക്കാൻ ഇടയുണ്ട്. ആ മെക്കാനിക്കും ഇന്ത്യക്കാരിൽ ഒരാളായിരിക്കാം. ഗോഡ്ഫ്രെ ആ ലോഡ്ജിൽ മുറിയെടുത്തപ്പോൾ അയാൾ നിരീക്ഷണം നടത്താനായിരിക്കണം അവിടെ എത്തിയത്. മുറിയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ അപൂർവമായതും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതുമായ ഒരു സ്വർണ്ണ നൂൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടന്നതിൻ്റെ അടുത്ത ദിവസം, അതായത് ജൂൺ 27-ന് റോട്ടർഡാമിലേക്ക് പോകുന്ന കപ്പലിൽ 3 ഇന്ത്യക്കാർ ലണ്ടനിൽ നിന്ന് യാത്ര തിരിച്ചതായി കണ്ടവരുണ്ട്. ഇത് ഇന്ത്യക്കാർക്കെതിരായ മതിയായ തെളിവാണ്. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഗോഡ്ഫ്രെയുടെ കുടുംബാംഗങ്ങൾ ഒരു സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറ്റവാളികളെ പിടികൂടുന്നതിന് സഹായകമായിട്ടില്ല. ഇനി ഗോഡ്ഫ്രെയുടെ ജീവിതത്തെക്കുറിച്ച് പറയാം. അതിന് 2 വശങ്ങളുണ്ട്. അതിലൊന്ന് പൊതുകാര്യ പ്രവർത്തകൻ്റേതാണ്. ധർമ്മസ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലും പരോപകാര സംഘടനകളിലും ഏർപ്പെട്ടിരുന്ന ഒരു മാനിൻ്റെ പരിവേഷമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരു വശം അദ്ദേഹം സ്വകാര്യമായി കാത്തു സൂക്ഷിച്ചിരുന്ന സുഖാന്വേഷകൻ്റേതായിരുന്നു. വ്യാജനാമത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ പാർപ്പിച്ചിരുന്നു. ഇത് അസാധാരണ ആചാരമൊന്നുമല്ലെങ്കിലും എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ഇത്ര വലിയ സുഖാന്വേഷകനായിരുന്നിട്ടും അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നില്ല എന്നതാണ്. ഇദ്ദേഹം മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വശം ഒരിക്കലും വെളിപ്പെടുകയില്ലായിരുന്നു. ഭോഗാസക്തനായിട്ടും അദ്ദേഹത്തിന് കടമില്ലാതിരുന്നതിൻ്റെ ഒരു കാരണം പറയാം. ധനികനായ ഒരു യുവാവിൻ്റെ 2 ട്രസ്റ്റിമാരിൽ ഒരാളായിരുന്നു ഗോഡ്ഫ്രെ. 1850-ൽ യുവാവിന് പ്രായപൂർത്തിയായപ്പോൾ 20,000 രൂപ ലഭിക്കും. ഇതിനു മുമ്പ് തന്നെ വാർഷിക വരുമാനം എന്ന നിലയിൽ 600 പൗന് ലഭിക്കും. തുക 2 തവണകളായി ക്രിസ്മസിനും മധ്യവേനലവധി ദിനത്തിലുമാണ് നൽകേണ്ടിയിരുന്നത്. ട്രസ്റ്റി എന്ന നിലയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നതും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും ഗോഡ്ഫ്രെ ആയിരുന്നു. 1847 ആയപ്പോഴേക്കും ഗോഡ്ഫ്രെ മറ്റേ ട്രസ്റ്റിയുടെ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് 20,000 പവൻ്റെ തിരിമറി നടത്തി. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ കടങ്ങൾ വീട്ടിയിരുന്നത്. ഗോഡ്ഫ്രെ റേച്ചലിൻ്റെ ജന്മദിന പാർട്ടിയിൽ സംബന്ധിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് 300 പവൻ മടക്കി കൊടുക്കേണ്ട സമയമായിരുന്നു. അദ്ദേഹം പിതാവിനോട് കടം ആവശ്യപ്പെട്ടുവെങ്കിലും അത് നിരസിക്കപ്പെട്ടു. നിരാശ അദ്ദേഹത്തെ അടിമുടി ഗ്രസിച്ചു. 300 പവൻ പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. മാത്രമല്ല 1850 ആകുമ്പോഴേക്കും തിരിമറി നടത്തിയ 20,000 പവൻ ഉണ്ടാക്കുകയും വേണം. അല്ലെങ്കിൽ എല്ലാം സർവനാശമായി കലാശിക്കും. നിർണായകമായ ഘട്ടത്തിലാണ് ഡോക്ടർ കാൻഡി നിങ്ങളുടെ മേൽ ഒരു പ്രായോഗിക തമാശ നടത്തിയത്. നിങ്ങൾക്ക് കറുപ്പ് നൽകിയത് ഗോഡ്ഫ്രെ ആയിരുന്നു. പ്രതികാര ബുദ്ധിയോടെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. നിങ്ങൾ അദ്ദേഹത്തിനെതിരെ അന്ന് വൈകിട്ട് അഹിതകരമായ ചില കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു അതിന് കാരണം. നിങ്ങളന്ന് വളരെ ക്ഷീണിതനായി കാണപ്പെട്ടതുമൂലം അല്പം ബ്രാൻഡി കുടിക്കാൻ ഗബ്രിയേൽ നിങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. അതിനെ ഗോഡ്ഫ്രെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗോഡ്ഫ്രെ അതിൽ കറുപ്പിൻ്റെ തുണ്ടുകൾ വളരെ അനായാസമായി ഇടുകയും ചെയ്തു. ഇനി ഞാൻ മിസ്റ്റർ ലൂക്കിൻ്റെ കഥയിലേക്ക് കടക്കാം. ബ്രെഫിൻ്റെയും എൻ്റെയും സമ്മർദ്ദത്തിന്മേൽ ലൂക്കർ പൂർണ്ണ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. ജന്മദിന പാർട്ടി കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം ഗോഡ്ഫ്രെ ലൂക്കറെ കണ്ടെത്തി. ഗോഡ്ഫ്രെയുടെ കൈവശം ചന്ദ്രകാന്തമുണ്ടായിരുന്നു. ലൂക്കർ അതിശയിച്ചു പോയി. യൂറോപ്പിൽ ആരുടെ കയ്യിലും ഇത്തരമൊരു അമൂല്യരത്നമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ലൂക്കർ സസൂക്ഷ്മം രത്നം പരിശോധിച്ച് അതിന് 30,000 പവൻ വില നിശ്ചയിച്ചു. ഗോഡ്ഫ്രെ അയാളുടെ മുന്നിൽ 2 നിർദ്ദേശങ്ങൾ വെച്ചു. ഒന്നാമത്തേത് ലൂക്കർ തന്നെ രത്നം വാങ്ങണമെന്നാണ്. രണ്ടാമത്തേത് ലൂക്കർ പിന്നീടത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിറ്റ് തുക ഗോഡ്ഫ്രെയെ പെട്ടെന്ന് തന്നെ ഏൽപ്പിക്കണമെന്നാണ്. രത്നം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ലൂക്കർ ഗോഡ്ഫ്രെയോട് ചോദിച്ചു. ഗോഡ്ഫ്രെ പല കഥകളും പറഞ്ഞെങ്കിലും അതൊന്നും തന്നെ ലൂക്കർക്ക് വിശ്വാസമായില്ല. അവസാനം സത്യമല്ലാതെ മറ്റൊന്നും ലൂക്കർ വിശ്വസിക്കുന്നില്ലെന്ന് ഗോഡ്ഫ്രെയ്ക്ക് ബോധ്യമായി. ഗോഡ്ഫ്രെ ആ കഥ പറഞ്ഞു. ജന്മദിനത്തിൻ്റെ അന്നത്തെ ആ നിർണായക രാത്രിയിൽ ഗോഡ്ഫ്രെയാണ് നിങ്ങൾക്ക് കറുപ്പ് തന്നതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിനുശേഷം അദ്ദേഹം തൻ്റെ കിടപ്പുമുറിയിലേക്ക് പോയി. ഈ മുറി നിങ്ങളുടെ തൊട്ടടുത്തായിരുന്നു. മനസ്സിലെ വ്യാകുലതകൾ അദ്ദേഹത്തെ 1 മണിക്കൂറിലധികം നിദ്രാവിഹീനനാക്കി. നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹം കാര്യമെന്താണെന്ന് പരിശോധിക്കാൻ പുറത്തേക്ക് വന്നു. മെഴുകുതിരിയെടുത്ത് നിങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം നിങ്ങളെ പിന്തുടർന്നു.
റേച്ചലിൻ്റെ സ്വീകരണ മുറി നിങ്ങൾ തുറന്നു വെച്ചപ്പോൾ അദ്ദേഹം അവിടെ നിലയുറപ്പിച്ച് അകത്തേക്ക് നോക്കി. നിങ്ങൾ ചന്ദ്രകാന്തം എടുക്കുന്നത് ഗോഡ്ഫ്രെ കണ്ടു. നിങ്ങൾ ചന്ദ്രകാന്തം എടുക്കുന്നത് റേച്ചൽ കണ്ടതായി അദ്ദേഹവും മനസ്സിലാക്കി. നിങ്ങൾ സ്വീകരണ മുറിയിൽ നിന്ന് പുറത്തു വരുന്നതിനു മുമ്പ് അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് തിരക്കിട്ട് തിരിച്ചുപോയി. നിങ്ങൾ സ്വന്തം മുറിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് രക്തം തിരിച്ചു കൊണ്ടുപോയി ഗോഡ്ഫ്രെയുടെ പിതാവിൻ്റെ ബാങ്കിലിടാൻ നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് നിങ്ങൾ അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഗോഡ്ഫ്രെയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. എന്തെങ്കിലും പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് നാളെ രാവിലെ വരെ കാത്തിരിക്കുകയാണ് നല്ലതെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. നേരം വെളുത്തപ്പോൾ നിങ്ങളുടെ പെരുമാറ്റ രീതിയും സംസാരവും ഒരു കാര്യം വ്യക്തമാക്കി. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളൊന്നും നിങ്ങൾ തീരെ ഓർക്കുന്നില്ലെന്ന്. ഇത് ഗോഡ്ഫ്രെ മനസ്സിലാക്കി. ഇതിനകം നിങ്ങളുടെ കള്ളി വെളിച്ചത്താക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് റേച്ചൽ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. അതിനാൽ തനിക്ക് ചന്ദ്രകാന്തം ഭദ്രമായി കൈവശം വയ്ക്കാമെന്ന് ഗോഡ്ഫ്രെ കണക്കാക്കി. തന്നെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ചന്ദ്രകാന്തത്തിന് കഴിയുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ലൂക്കർ ഈ കഥ വിശ്വസിച്ചു. അയാൾ ഗോഡ്ഫ്രെയ്ക്ക് 2 ചെക്കുകൾ കൊടുത്തു. ഒന്ന് 300 പവനും മറ്റേത് 1700 പവനും. ഒരാഴ്ച വൈകിയുള്ള തീയതിയാണ് ചെക്കിൽ കാണിച്ചിരിക്കുന്നത്. 300 പവൻ തിരിച്ചടച്ച് 1 വർഷത്തിനു ശേഷം ചന്ദ്രകാന്തം വീണ്ടെടുക്കണമെന്ന് ലൂക്കർ ഗോഡ്ഫ്രെയോട് പറഞ്ഞു. ഗോഡ്ഫ്രെയ്ക്ക് ഇത് അംഗീകരിക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ധനികനായ റേച്ചലിനെ വിവാഹം കഴിക്കാൻ ഒരു ശ്രമം നടത്തിയത്. ഇതും പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി ആംസ്റ്റർഡാമിൽ പോയി ചന്ദ്രകാന്തം കഷ്ണങ്ങളായി മുറിച്ചുവിറ്റ് ധാരാളം പണം സമ്പാദിച്ച് എന്നേക്കുമായി സുഖമായി ജീവിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇന്ത്യക്കാർ ഇതിന് തുരങ്കം വെച്ചു. ഇപ്പോൾ ആ 3 ഇന്ത്യക്കാരും ബോംബെയിലേക്കുള്ള യാത്രാമധ്യയാണ്. അവർ അവിടെ വെച്ച് പിടിയിലകപ്പെടുമെന്നാണ് ഇവിടെ പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതോടുകൂടി ഞാൻ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിശ്വസ്ത സേവകൻ സാർജന്റ് കഫ്. 1849 ഒക്ടോബർ 9 ചൊവ്വാഴ്ച യോർക്ക്ഷയറിൽ വെച്ച് റേച്ചലും ഫ്രാങ്കലിനും വിവാഹിതരായി. അവരുടെ മധുവിധു സ്കോട്ട്ലൻഡിലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ കപ്പലിൽ വെച്ച് 3 ഇന്ത്യക്കാരെ പിടികൂടാനായില്ല. അവർ സുരക്ഷിതരായി ഇന്ത്യയിലെത്തിക്കഴിഞ്ഞിരുന്നു എന്ന് പ്രശസ്ത സഞ്ചാരി മർത്വൈറ്റ് അറിയിച്ചു. തൻ്റെ ഇന്ത്യൻ സഞ്ചാരത്തിനിടയിൽ സോമനാഥിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ മതപരമായ ഒരു മഹാചടങ്ങിൽ സംബന്ധിക്കാൻ തനിക്ക് അവസരമുണ്ടായെന്ന് മർത്വൈറ്റ് പറഞ്ഞു. ചന്ദ്രദേവനെ പ്രീതിപ്പെടുത്താനുള്ള ചടങ്ങ് ആഘോഷിക്കപ്പെട്ടത് രാത്രിയിലായിരുന്നു. ഒരു ഹിന്ദു സുഹൃത്താണ് മർത്വൈറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. താൻ കണ്ട ഏറ്റവും അവിസ്മരണീയമായ രംഗങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് മർത്വൈറ്റ് പിന്നീട് പറഞ്ഞു. 11ാം നൂറ്റാണ്ടിൽ വിദേശികൾ ഈ സ്ഥലം കൊള്ളയടിച്ചിരുന്നു. 3 നദികളുടെ സംഗമം, കുന്നിൻ ചെരുവിലെ പുൽമൈതാനം, മറുഭാഗത്തെ തരംഗരഹിതമായ പ്രശാന്ത സമുദ്രം എന്നിവ ആ ഭൂവിഭാഗത്തെ അതുല്യവും അഭൗമവുമായ സൗന്ദര്യത്തിൽ ആറാടിച്ചിരുന്നു. ചന്ദ്രപ്രഭ എല്ലാറ്റിനെയും ആവരണം ചെയ്തിരുന്നു. സോമനാഥ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ 3 ഇന്ത്യക്കാരും എത്തിയിരുന്നു. അവരിൽ നടുവിൽ നിന്നിരുന്ന ആൾ അന്ന് ജൂലിയ പ്രഭയുടെ വീട്ടിൽ വന്ന് പ്രഭയോട് സംസാരിച്ച ആളായിരുന്നു. ഈ 3 പേരും 3 വ്യത്യസ്ത ദിക്കുകളിലായി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണെന്നും അവരിനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാനിടയില്ലാത്ത വിധത്തിലാണ് യാത്രയെന്നും ചടങ്ങ് വീക്ഷിക്കാനെത്തിയ ഒരു ഭക്തൻ മർത്വൈറ്റിനോട് പറഞ്ഞു. 3 പേരും ക്ഷേത്രത്തിന് മുന്നിൽ താണു വണങ്ങി തൊഴുതു. പരസ്പരം ആലിംഗനം ചെയ്ത് താഴ്വാരമിറങ്ങി 3 വഴിക്കായി പിരിഞ്ഞു. ജനസാഗരം അവരുടെ സുഗമമായ യാത്രയ്ക്ക് വഴിമാറിക്കൊടുത്തു. താമസിയാതെ അവർ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷരായി. ക്ഷേത്രത്തിന് മുന്നിൽ ജനക്കൂട്ടം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നിന്നു. കോവിലിൻ്റെ മുന്നിലെ തിരശ്ശീല ഉയർന്നു. ആർത്തിരമ്പുന്ന ഭക്തജനക്കൂട്ടത്തിനോടൊപ്പം ദേവവിഗ്രഹത്തെ മർത്വൈറ്റും കണ്ടു. ഭൂമിയുടെ 4 ദിക്കിലേക്ക് നീളുന്ന 4 കൈകളുണ്ടായിരുന്നു അതിന്. ദേവവിഗ്രഹത്തിൻ്റെ നെറുകയിൽ ഒരു മഞ്ഞരത്നം ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് മർത്വൈറ്റ് ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൽ കണ്ട അതേ രത്നം. അതെ, അത് ചന്ദ്രകാന്തമായിരുന്നു. 8 നൂറ്റാണ്ടുകൾക്ക് ശേഷം ചന്ദ്രകാന്തം അതിൻ്റെ ശരിയായ സ്ഥാനത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് കണ്ടു തന്നെ അറിയണം. നിഗൂഢതയുടെ ചന്ദ്രകാന്തക്കല്ല്.
എന്ന നോവൽ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.